സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ ഇന്നും ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കാണ്. നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചാണ്, അതിൻ്റെ റീവയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ടീച്ചർ വളരെ പ്ലാൻ ചെയ്തിട്ട് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞു. ബ്രെയിൻ എപ്പോഴും പുതിയ പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യണം, പുതിയ അറിവുകൾ നേടണം. അപ്പം അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പുതിയ ശാസ്ത്രമല്ല, ശാസ്ത്രം പഴയതാണെങ്കിലും ടേം പുതിയതാണ്. ബ്രെയിൻ റീവയറിംഗ്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയും. പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ആധികാരികമായ വഴികളിലൂടെ ഒമന ടീച്ചറിനൊപ്പം നമുക്ക് നടക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സാബു സാറിനും ഈ പ്ലാറ്റ്ഫോം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഈ ഇവിടെ വന്ന് ആരും ഇരുന്നില്ലെങ്കിലും ഭയങ്കര മോശമായി പോയില്ലേ. അപ്പം ഇവിടെ വരുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം നമ്മൾ ഇന്ന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ പണ്ട് മുതലേ വിചാരിച്ചിരുന്നത് നമ്മുടെ ബ്രെയിന് ചെറുപ്പത്തിൽ മാത്രമേ വളരുള്ളൂ, അല്ലെങ്കിൽ ഈ വളർന്നാൽ പിന്നെ തലയുടെ അപ്പുറത്തേക്കൊക്കെ പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എല്ലാവർക്കും. അങ്ങനെയല്ലേ സാറേ നമ്മൾ ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്നത്? അല്ലേ? കുട്ടികളുടെ ബ്രെയിൻ വളർന്ന് നിന്നങ്ങ് പോകും, പിന്നെ വലിയവർക്ക് ബ്രെയിൻ വളരുന്ന പ്രശ്നമില്ല എന്നല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെയായിരുന്നു അറിവ്. അങ്ങനെയല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് ഒത്തിരി ഒരു ഇന്ററാക്ഷൻ ഒന്ന് മിണ്ടി പറഞ്ഞു പോയാൽ ഒരു സുഖമുണ്ട്. അതെ, അങ്ങനെ തന്നെയായിരുന്നു ചിന്ത. അത് തന്നെയായിരുന്നു മാഡം, ശരിയാണ്. പക്ഷെ മോഡേൺ ഇതൊരു യന്ത്രമാണ് ശരിക്കും. പ്രായം കൂടുമ്പോൾ ക്ഷയിക്കുന്ന യന്ത്രം എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മോഡേൺ ന്യൂറോ സയൻസ് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ മസ്തിഷ്കം ഒരു യന്ത്രമല്ല, അതൊരു പേശി പോലെ തന്നെയാണ്. ഉപയോഗിച്ചാൽ ശക്തമാകും. നമ്മൾ ഉപയോഗിക്കാതെ വെക്കുമ്പോഴാണ് അത് ശക്തമല്ലാതെ അല്ലെങ്കിൽ ക്ഷയിച്ചു പോകുന്നത്. ഇപ്പൊ ഏത് കാര്യവും ഏത് സാധനവും എന്തും ഉപയോഗിക്കാതെ വെച്ചാൽ അത് നന്നായിരിക്കുമോ? ഇല്ല. ഇപ്പൊ ഒരു നല്ല സ്വർണത്തിന്റെ ഒരു പാത്രമാണെന്ന് വിചാരിച്ചോ, അത് നമ്മൾ അനക്കാതെ വെക്കും ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ അപ്പൊ അതെന്ത് സംഭവിക്കും? അതെ മാഡം, നിലവിളക്ക്, ബെസ്റ്റ് നിലവിളക്ക ഒരു മൂലയിൽ വെച്ചാൽ നോക്കിക്കോളൂ, കറുത്താകെ ക്ലാവ് പിടിക്കും. പക്ഷെ ഈ സ്വർണത്തിന് ക്ലാവ് പിടിക്കുകയല്ലോ, പ്യുവർ സ്വർണമാണെങ്കിൽ. അതിലുള്ള കോപ്പർ കൂടിയ സ്വർണ്ണമാണെങ്കിലല്ലേ ക്ലാവ് പിടിക്കുള്ളൂ. അപ്പം കോപ്പർ സൾഫേറ്റ് വരുള്ളൂ. അപ്പൊ അത് വെറും കറക്റ്റ് സ്വർണ്ണപാത്രമാണെങ്കിൽ എന്ത് സംഭവിക്കും? മൂലയിൽ വെച്ചാൽ നമ്മൾ എടുക്കുന്നില്ല, പൊടി പിടിച്ചു പോകും, ഇല്ലേ? എന്നും അതെടുത്ത് തുടച്ചു വെച്ചാലേ അതിന്റെ ഷൈനിങ് നിലനിൽക്കൂ. അല്ലെങ്കിൽ അത് ഒത്തിരി നാള് തുടയ്ക്കാതിരിക്കുമ്പോഴത്തേക്കും കണ്ടമാനം പൊടി പിടിച്ച് അത് സ്വർണ്ണപാത്രമാണെന്ന് എഴുതി വെക്കേണ്ടി വരും. പിന്നെ ഒന്നിച്ചെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയാലേ അത് വൃത്തിയാകും. അപ്പൊ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മസ്തിഷ്കത്തിന് പുതിയ നാഡീബന്ധങ്ങൾ സൃഷ്ടിക്കാനും പഴയ ബന്ധങ്ങളെ ശക്തമാക്കാനും എന്നാൽ ഉപയോഗിക്കാതിരുന്നാൽ ദുർബലമാക്കാനും കഴിവുണ്ട്. ജീവിതാനുഭവങ്ങൾക്കനുസരിച്ച്, പരിശീലനത്തിനനുസരിച്ച് മാറാൻ കഴിയുന്ന സ്വാഭാവിക കഴിവാണ് ഇതിനുള്ളത്. ഇത് കുട്ടികളിൽ മാത്രമല്ല, എത്ര വയസ്സായാലും, 30, 50, 60 എത്രയായാലും മസ്തിഷ്കം മാറിക്കൊണ്ടിരിക്കും. ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, മാറ്റത്തിന് പ്രേരണ വേണം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാൻ ഒരു സ്കൂളിൽ എച്ചമായിട്ട് ചെന്നപ്പോൾ അവിടെ അവിടുത്തെ ഒരു വലിയ സ്കൂളാണ്, ഒത്തിരി ഡിവിഷൻസ് ഒക്കെ ഉള്ള ഗവൺമെന്റ് സ്കൂളാണ്. അപ്പോൾ അവിടെ രാവിലെ ഒരു കൂട്ടർക്ക് ഷിഫ്റ്റ്, ഉച്ച കഴിഞ്ഞ് വേറൊരു കൂട്ടർക്ക് ഷിഫ്റ്റ്, 10 to 4 വേറൊരു കൂട്ടർ. അപ്പോൾ 3 ടൈപ്പ് കുട്ടികളും അധ്യാപകരും ആ സ്കൂളിലുണ്ട്. അപ്പം ഞാനെപ്പോഴും ചെന്ന പാടെ നോക്കുമ്പം രാവിലെ വരുന്നവരാരാ, ഉച്ചയ്ക്ക് വരുന്നവരാരാ, ഉച്ചയ്ക്ക് പോയവരാണോ, വരുവും പോവും ഇങ്ങനെ ചെയ്യുന്ന കാണാം.
പിന്നെ 4 മണിയാകുമ്പോൾ കുറേ പേര് പോകും. ആ കൂടെ ഈ ഉച്ച കഴിഞ്ഞ് 5 മണി വരെ എടുക്കേണ്ടിയവർ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എനിക്ക് ആരെയും പരിചയമില്ല. ഞാൻ ആകെ വിഷമിച്ചു. സാധാരണ സ്കൂളിൽ ഞാൻ കുട്ടികളുടെ പേരൊന്നും അങ്ങനെ പഠിക്കാൻ അങ്ങനെ ശഠിക്കാറില്ല. ഏറ്റവും പഠിക്കുന്ന പിള്ളേരുടെയും ഏറ്റവും കുരുത്തക്കേട് കളിക്കുന്ന പിള്ളേരുടെയും പേര് പിന്നെ നമുക്കറിയാം. ബാക്കി ഇങ്ങനെ പഠിക്കാറില്ല. അപ്പം ഞാൻ ഓർക്കും പേര് പഠിക്കാതിരിക്കുന്ന മോശമാണല്ലോ എന്നൊക്കെ ചിന്തിച്ചാലും ഞാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് ഗ്രൗണ്ടിൽ എപ്പോഴും പിള്ളേര് രാവിലത്തെ പിള്ളേരാണോ, പോയ പിള്ളേരാണോ, വന്ന പിള്ളേരാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ വിഷമിച്ച്. അപ്പം ഞാൻ അറ്റൻഡൻസ് രജിസ്റ്ററൊക്കെ എടുത്ത് രാവിലത്തെ ഷിഫ്റ്റ് ആരാ, ഉച്ചക്കത്തെ ഷിഫ്റ്റ് ആരാന്നൊക്കെ കുറേ മെനക്കെട്ടു. എന്തായാലും ഞാൻ അവരുടെ എല്ലാം പേരും പഠിച്ചു. ആരൊക്കെ ഉച്ചവരെ ഉള്ളത്, ആരൊക്കെ ഉച്ച കഴിഞ്ഞുള്ളത്, ആരൊക്കെ 10 to 4 ഞാൻ പഠിച്ച്. എനിക്ക് അതിശയം തോന്നി. എന്നോട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു അതിശയമാണത്. ഞാൻ എല്ലാവരെയും വേറെ വേറെ മനസ്സിലാക്കി. പിന്നെ വരുന്നതും പോകുന്നതും ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് സാധിച്ചത്. എന്തായാലും ഒരു 3 മാസം കൊണ്ട് ഞാൻ അവിടുത്തെ ഷിഫ്റ്റ് നിർത്തി. വർഷങ്ങളായി ഷിഫ്റ്റുള്ള ഒരു സ്കൂളായിരുന്നു. ഞാൻ ഷിഫ്റ്റ് നിർത്തി. പിന്നെ മൊത്തം 10 to 4 ആക്കി. അപ്പം മാറ്റത്തിന് പ്രേരണ വേണമെന്ന് ആണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കര നിർബന്ധമായിട്ട് അത്യാവശ്യമായിട്ട് തോന്നി ഇതൊന്ന് മാറ്റിയേ ഒക്കൂ. എനിക്ക് ഇവരെ ഒന്ന് മനസ്സിലാക്കിയേ ഒക്കൂ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എനിക്കത് സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ബ്രെയിൻ ത്രൂ ഔട്ട് ലൈഫ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരേപോലെ നമ്മൾ എല്ലാ ദിവസവും ചെയ്താൽ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകും ബ്രെയിൻ. അതേസമയം നമുക്ക് ബ്രെയിനിനും ചേഞ്ച് വേണം. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ബ്രെയിനിനും എപ്പോഴും ചേഞ്ച് വേണം. എൻ്റർടൈൻമെൻറ്റും ചേഞ്ചും ഒക്കെ ബ്രെയിനിനും വേണം. അപ്പം എന്നാലേ ചേഞ്ച് ഒരു വ്യത്യാസങ്ങൾ ഉണ്ടായാലേ ബ്രെയിനിന് കൂടുതൽ വളരാനുള്ള ഒരു സന്തോഷം കിട്ടുള്ളൂ. ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ സാറേ PPT. ചെയ്തോളൂ. ഒന്ന് പിന്നെ സംസാരിക്കണേ. പിന്നെ അനിൽ സാറേ, ജ്യോതി സാറേ, ആരെയും കാണത്തില്ല എനിക്ക്. പിന്നെ മനോജ് കാണുന്നുണ്ട് സാറേ. മാഡം, കാണുന്നുണ്ട്, വിസിബിൾ ആണ്. ഓക്കെ ക്ലിയർ. സർ. അപ്പം നമുക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഓൺലി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് വെർച്യൂസ് ബട്ട് ദ പാരന്റ് ഓഫ് ഓൾ അതേഴ്സ്. എല്ലാ വെർച്യൂവിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അൺലോക്കിംഗ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, റീവയർ യുവർ ബ്രെയിൻ ഫോർ ലൈഫ്. നമുക്ക് നമ്മുടെ ബ്രെയിൻ റീവെയർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് മുന്നോട്ട് ജീവിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് മസ്തിഷ്കം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. ആ മാറ്റത്തിന് പിന്നിലുള്ള മെക്കാനിസം, നമ്മുടെ ദൈനംദിന ശീലങ്ങൾ മസ്തിഷ്കത്തെ എങ്ങനെ ശക്തമാക്കുന്നു അല്ലെങ്കിൽ ദുർബലമാക്കുന്നു, എന്താണ് ശുദ്ധമായ ന്യൂറോ സയൻസ്. നമ്മുടെ മസ്തിഷ്കത്തെ ദുർബലമാക്കാനും പറ്റും. അപ്പം നമ്മളിത് മനസ്സിലാക്കിയേ ഒക്കൂ. വാട്ട് ഈസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി? വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ. എപ്പോഴും എന്താണോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അതാണ് അതാണ് നമ്മുടെ ബ്രെയിൻ. ഒരു പിന്നെ ഹ്യൂമൻ ബ്രെയിൻ അനാട്ടമി ഒന്ന് ഓടിച്ചു നോക്കാം. മനുഷ്യ മസ്തിഷ്കം ഈ കോളിഫ്ലവറിന്റെ മുട്ട് പോലെ ആണ് അതിൻ്റെ ഒരു ഘടന ഉള്ളത്. ആദ്യം കാണുന്നത് ആ നെറ്റിയുടെ ഭാഗമാണ് ഫ്രോണ്ടൽ ലോബ്.
അവിടെ നിന്നാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കുന്നത്, പെരുമാറ്റ നിയന്ത്രണം, ഇതൊക്കെ അവിടെ നിന്നാണ്. പിന്നെ ബുദ്ധിയുടെ സ്ഥിരാകേന്ദ്രമാണത്, നെറ്റിയുടെ ഭാഗം. പെരിയറ്റൽ ലോബ്, അത് സ്പർശം, തിരിച്ചറിയൽ, സ്ഥലം. നമ്മുടെ കയ്യിലോട്ട് നമ്മൾ കണ്ണടച്ച് പിടിച്ചിരിക്കുമ്പോൾ ഒരു കോയിൻ തന്നാലും നമുക്ക് കോയിനാണെന്ന് മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? അതെന്തുകൊണ്ടാണ്? ആ സ്പർശത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നതാണ്, കാണുന്നില്ല നമ്മൾ. പിന്നെ ഒരു മണം കേട്ടാൽ അത് എന്തിന്റെ മണമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ഈ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഒക്ടിപിക്റ്റൽ ലോബ് കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഇത് നന്നായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ചെറിയ സാധനം നമ്മൾ വലുതായിട്ടും കാണും, ചിലപ്പോൾ വലിയ സാധനം ചെറുതായിട്ടൊക്കെ കാണും. നോർമലായിട്ട് കാണണമെങ്കിൽ ഇത് പിന്നെ ഇതിന് തകരാറില്ലാതിരിക്കണം. ടെമ്പറൽ ലോബ്, ഓർമ്മയും ഭാഷയും ഈ ടെമ്പറൽ ലോബിലാണ്. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുമ്പം തത്തമ്മ അങ്ങനെ പറയും. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് തന്നെ തത്തമ്മ പറയും. പക്ഷെ തത്തമ്മയ്ക്ക് അറിയില്ല തത്തമ്മ എന്താ പറയുന്നത്. പക്ഷെ നമുക്ക് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാനുള്ള ഒരു ഏരിയ ആണത്. സെറിബലം, ബാലൻസ്, ചലന നിർണയം, നിയന്ത്രണം. നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകാതെ, നമ്മൾ ആടിപ്പോകാതെ കൊണ്ടുനടക്കുന്നത് സെറിബലമാണ്. പിന്നെ ബ്രെയിനിന്റെ ഉള്ളിലുള്ള ഹിപ്പോ കാമ്പസിലാണ് ഓർമ്മയുടെ ഇതിൻ്റെയൊക്കെ ഉള്ളിലൊരു ചെറിയ സ്ഥലത്താണ് നമ്മുടെ ഓർമ്മ ഇരിക്കുന്നത്. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സെല്ല്, ദ ഹ്യൂമൻ ബ്രെയിൻ ഹാസ് 100 ബില്യൺ ന്യൂറോൺസ്. ഈച്ച് ന്യൂറോൺ ഈസ് കണക്റ്റഡ് ടു 10,000 അതർ ന്യൂറോൺസ്. സിറ്റിംഗ് ഓൺ യുവർ ഷോൾഡേഴ്സ് ഈസ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ഓബ്ജക്റ്റ് ഇൻ ദ നോൺ യൂണിവേഴ്സ്. ഇത്രയും ന്യൂറോൺസ് ഉണ്ട്. പുതിയ ന്യൂറോൺസ് ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, നമുക്ക് ന്യൂറോൺസിന്റെ കണക്ഷൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഇതൊന്ന് വായിക്കാവോ സാറേ? The human brain has 100 billion neurons. അല്ല, അടുത്തത് സാർ. The human brain is awesome. It functions 24 hours a day from the day we are born and only stops when we are taking an exam or fall in love. അത് പ്രവർത്തിക്കാതിരിക്കുന്ന രണ്ട് സമയം പറയുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രേമിക്കുമ്പോൾ. അത് തമാശയിൽ പറയുന്നതാണ്. ആ സമയത്ത് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. പരീക്ഷ എഴുതുമ്പോൾ പരിഭ്രമാണ്, പ്രേമിക്കുമ്പം നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല. അത് നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ യന്ത്രം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ന്യൂറോണും ആയിരക്കണക്കിന് ന്യൂറോണുമായിട്ട് ബന്ധമുണ്ട്. ഈ ബന്ധങ്ങൾ ശക്തമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഓരോ പുതിയ പഠനങ്ങളിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുന്നതാണ് ആ ബൾബ് പോലെ കാണുന്നത്. ഒരു കുട്ടി അത് പഠിക്കുവാണ് ബ്രെയിനിനെ പറ്റി. ആവർത്തിച്ചുള്ള പരിശീലനം നാഡീബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. നമ്മൾ നടത്തുന്ന പരിശീലനങ്ങളും പുതിയ അനുഭവങ്ങളും പുതിയ ന്യൂറൽ പാത്ത് വേസ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ആ ബൾബ് തെളിഞ്ഞത് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കും തോറും ഈ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ദ ബ്രെയിൻസ് സീക്രട്ട് സൂപ്പർ പവർ. ബ്രെയിനിന്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ബ്രെയിനിന്റെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള പവറാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഒരു സൂപ്പർ പവർ പോലെ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. അനുഭവങ്ങൾക്കനുസരിച്ച് മാറും. മസ്തിഷ്കം ജീവിതം മുഴുവൻ മാറാനും പഠിക്കാനും കഴിവുള്ളതാണ്. ഇത് എപ്പോഴും ഈ ബ്രെയിനിനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ്. ഇപ്പൊ ഒരു വഴി, നമ്മൾ പണ്ടൊക്കെ ഈ വഴികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആദ്യം കാടായിരിക്കും, ആ ചവിട്ടിയല്ലേ വഴി ഉണ്ടാകുന്നത്, അല്ലേ? അപ്പം ഇളംപുല്ല് ആണെങ്കിൽ പെട്ടെന്ന് ചവിട്ടി വഴിയാക്കിയെടുക്കാം. ഭയങ്കര ഹാർഡായിട്ടുള്ള വലിയ കാട്ടിലൊക്കെ ആകുമ്പോൾ സ്ഥിരമായി എത്രയോ കാലം നടന്നാലാണ് ഇതുപോലെ ഒരു വഴി ഉണ്ടാകുന്നത്. ലേണിംഗ് ഹാസ് നോ റിട്ടയർമെന്റ് ഏജ്.
ഗ്രോത്ത് ഹാസ് നോ ഫൈനൽ ബെൽ. പഠനത്തിന് വിരമിക്കൽ പ്രായമില്ല, വളർച്ചയ്ക്ക് അവസാനമില്ല. അതുകൊണ്ട് നമ്മൾ ഒട്ടും ലേറ്റ് ആയിട്ടില്ല. പക്ഷെ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന നമ്മൾ ചെയ്യുന്ന കുറ്റം. നമ്മൾക്ക് ലേറ്റായി എന്ന് പേടിക്കാനൊന്നുമില്ല. ഡെഫിനിഷൻ: ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി, which is also known as neuroplasticity, brain plasticity, cortical plasticity, is the changing of the structure, function, and organization of neurons in response to new experiences. Neural plasticity specifically refers to strengthening or weakening nerve connections or adding new nerve cells based on outside experiences. അനുഭവം, പഠനം, പരിശീലനം, ഇതിലൂടെയാണ് മസ്തിഷ്കം തൻ്റെ ഘടനയും പ്രവർത്തനവും മാറ്റുന്നത്. ഇത് കുട്ടികളിൽ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അനുഭവങ്ങൾ മസ്തിഷ്കത്തിന്റെ ഘടനയും പ്രവർത്തനവും മാറ്റുന്നു. ഇതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്: ഡിഫൈൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഐഡന്റിഫൈ ടൈപ്സ് ആൻഡ് ട്രിഗേഴ്സ്, അപ്ലൈ ടെക്നിക്സ് ഫോർ ഗ്രോത്ത്. എങ്ങനെ നമ്മൾ ഇതിനെ വളർത്തിയെടുക്കാം, മസ്തിഷ്കം എങ്ങനെ പഠനത്തിലൂടെ മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബ്രെയിൻ ബേസിക്സ്: 86 billion neurons, trillions of synapses, once fixed, now adaptable. നമുക്ക് മസ്തിഷ്കം കോടിക്കണക്കിന് നാഡീകോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ ന്യൂറോൺസ് തമ്മിൽ ബന്ധപ്പെടുന്ന സ്ഥലമാണ് സിനാപ്സ് എന്ന് പറയും. ഈ ന്യൂറോൺസ് തമ്മിൽ ബന്ധപ്പെടുന്ന സ്ഥലത്തിനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്ന മാറ്റമില്ലെന്നാണ്, ഇപ്പോൾ മാറുകയും പൊരുത്തപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇത് നമ്മുടെ ചിന്ത, ഓർമ്മ, പഠനം എല്ലാം ഈ ബന്ധങ്ങളുടെ ശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്നു. ന്യൂറോൺസ് തമ്മിലുള്ള ബന്ധങ്ങളുടെ ശക്തിയിൽ. ന്യൂറോണുകളും അവരുടെ ബന്ധങ്ങളും പഠനത്തിന്റെ അടിസ്ഥാനമാണ്. ഹിസ്റ്ററി: ഇൻ 1940 ഹെബ്സ് റൂൾ വന്നു. 1949 അദ്ദേഹം ഈ ഹെബ്സ് റൂൾ ഉണ്ടാക്കിയത്. 1960s വിഷ്വൽ കോർട്ടെക്സ് സ്റ്റഡീസ്, കണ്ണിന്റെ ഇത് പഠിച്ചിട്ട് ഇത് മനസ്സിലാക്കി, മാറ്റങ്ങൾ സാധ്യമാണെന്ന് മനസ്സിലാക്കി. 1990 സ്ട്രോക്ക് റിക്കവറി, സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്നവര് റിക്കവർ ആകുന്നുള്ളത് 1990 ആണ്. ഇതെല്ലാം ന്യൂറോപ്ലാസ്റ്റിസിറ്റി കാരണമാണ്. മസ്തിഷ്കം സ്ഥിരമാണെന്ന വിശ്വാസം ശാസ്ത്രം മാറ്റി. ഡെഫിനിഷൻ: ന്യൂറോപ്ലാസ്റ്റിസിറ്റി: ബ്രെയിൻ ഫോംസ് ന്യൂ കണക്ഷൻസ് ഫ്രം എക്സ്പീരിയൻസ്, സെൽസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ. ഇതാണ് ഹെബ്ബിയൻ തിയറി. അനുഭവങ്ങൾക്കനുസരിച്ച് മസ്തിഷ്കം മാറുന്ന ശേഷിയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഇതാണ് ഹെബ്ബിയൻ തിയറി. In 1949, Donald Hebb proposed one of the key ideas in biological learning, commonly known as Hebb's law. Hebb's law states that if neuron I is near enough to excite neuron J and respectively participates in its activation, the synaptic connection between these two neurons is strengthened and neuron J becomes more sensitive to stimuli from neuron I. അപ്പോൾ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ ബന്ധപ്പെടുന്നത് നമ്മുടെ പരിശീലനവും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടാണെന്ന് ആണ് ഹെബ്ബിയൻ തിയറി. ന്യൂറോ സയൻസ് കണ്ടുപിടിച്ചു.
ഇതിന്റെ അടിസ്ഥാന തത്വമാണ് ഈ ഹെബ്ബിയൻ തിയറി. ഒരു പ്രവർത്തനം ആവർത്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂറൽ പാത്വേ കൂടുതൽ ശക്തമാകുന്നു. നമ്മൾ നേരത്തെ ആ വഴിവെട്ടി തെളിച്ചതുപോലെ. ഇതാണ് ലേണിങ്ങിന്റെ ന്യൂറോളജിക്കൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ന്യൂറോണുകൾ തമ്മിൽ ബന്ധം ശക്തമാകും. ഹെബ്ബിയൻ ലേണിംഗ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഹെബ്ബിയൻ തിയറി. ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിൽ ആ ചിത്രം കാണുന്നില്ലേ, അതിൽ ആ റോസോ ചുവപ്പോ നിറമുള്ള ആണ് ഒരു ടീം ന്യൂറോൺസ് ആണ്. നമ്മളൊരു പഠനം തുടങ്ങി, അപ്പോൾ ഈ ന്യൂറോൺസ് ആക്റ്റീവായി, അപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ ആ ബ്ലൂ ന്യൂറോൺസ് ആയിട്ട് അവർ ബന്ധപ്പെടുവാണ്. അങ്ങനെ നമ്മളുടെ വർദ്ധിക്കുകയാണ് നമ്മുടെ ബ്രെയിനിന്റെ കഴിവ്. റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാ ന്യൂറോൺസും വീണ്ടും വീണ്ടും ആക്റ്റീവ് ആകും. അങ്ങനെ കണക്ഷൻസ് സ്ട്രോങ് ആകും. ലേണിങ് പെർമനന്റ് ആകും. ഇപ്പൊ ഉദാഹരണത്തിന് അനിൽകുമാർ സാറെ ചെറുപ്പത്തിൽ ഗുണനപ്പട്ടിക പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഗുണനപ്പട്ടിക പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ആദ്യം ഗുണനപ്പട്ടിക ടീച്ചർ ബോർഡിൽ എഴുതുവോ എന്തോ ചെയ്തപ്പോ നമുക്ക് ആകെ അസ്വസ്ഥതയായില്ലേ? ഭയങ്കര അസ്വസ്ഥത തോന്നി. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ടീച്ചർ ചൊല്ലിയപ്പോ നമുക്കൊരു അന്തവും കുന്തവും കിട്ടിയില്ല. പിന്നെ ടീച്ചർ വീണ്ടും വീണ്ടും ചൊല്ലി നമ്മളോട് എഴുതാൻ പറഞ്ഞു. നമ്മൾ വീണ്ടും ചൊല്ലി അല്ലേ നമ്മൾ അതിനോട് ഒരു പൊരുത്തപ്പെട്ടത്. പിന്നെ നമ്മൾ ആ ഗുണനപ്പട്ടിക വെച്ച് കണക്ക് ചെയ്തു. ഇപ്പൊ നമ്മൾ അതിന്റെ എക്സ്പേർട്ട് ആയില്ലേ? അല്ല, ഇപ്പോഴല്ല, പോകെ പോകെ നമ്മൾ എക്സ്പേർട്ടായി ഇല്ലേ? അതെ അതെ, ഇപ്പൊ നമ്മൾക്ക് അതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഗുണനപ്പട്ടികൾ ആവശ്യമില്ലെങ്കിൽ. പക്ഷെ അന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ആ വിഷമവും ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ആ വ്യത്യാസം സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴത്തെ പോട്ടെ. ഓമന ടീച്ചറെ പ്ലീസ്. ഓമന ടീച്ചറെ, ആ സർ, ഇപ്പോഴേ നേരത്തെ മുകളിൽ മനപ്പാടമാക്കല് വളരെ ഗുണം ചെയ്തിരുന്നു എന്നാ മനസ്സിലാകുന്നത്. ഇപ്പോഴതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ ടീച്ചറെ. മനപ്പാടമാക്കുന്നത് റിപ്പീറ്റ് ചെയ്താലല്ലേ മനപ്പാടമാകാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാം ഈ കയ്യിലിരിക്കുമല്ലേ, ഗൂഗിളും അതും ഇതും ഒക്കെ. അതുകൊണ്ടല്ലേ നമ്മൾ മനപ്പാടമാക്കാത്തത്. അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിന് കഴിവ് കുറയുക ചെയ്യുക. മനപ്പാടമാക്കുന്നത് കൂടി ബുദ്ധിശക്തി വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പഴയ ആളുകളൊക്കെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മനപ്പാടമാക്കലല്ലേ? അതെ. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു. അവിടെയാണ് നമ്മൾ മനപ്പാടമാക്കുമ്പോൾ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം ശക്തമാവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യുമ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ആകുമ്പോൾ വീണ്ടും വയറിങ് നടക്കും. സാർ, അത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിർത്തുകയാണെങ്കിലോ മറന്നു പോവുകയല്ലേ? അതാണ് പ്രശ്നം. ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിസിറ്റി: സ്ട്രക്ചറൽ, ഫങ്ഷണൽ, സിനാപ്റ്റിക്. 3 ടൈപ്പാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ഘടനാപരമായ മാറ്റമാണ്. പുതിയ ന്യൂറോൺസ് അല്ലെങ്കിൽ പുതിയ സിനാപ്സസ് ഉണ്ടാകുന്നു പഠിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ. ഫങ്ഷണൽ, ബ്രെയിൻ ഏരിയ റീഓർഗനൈസേഷൻ. അപ്പം ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രോക്ക് ഒക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, സ്ട്രോക്ക്, അവരുടെ ഒരു ഭാഗമാണ് സ്ട്രോക്കിൽ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് അവരെ ശരിയാക്കി എടുക്കുന്നത്? നമ്മൾ തെറാപ്പിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ, ഫിസിയോതെറാപ്പിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ ആക്റ്റീവായ മറുഭാഗത്തുള്ള ബ്രെയിനിന്റെ ന്യൂറോൺസ് ഇങ്ങോട്ട് വന്ന് പ്രവർത്തിച്ചാണ് അവർ ആക്റ്റീവ് ആകുന്നത്. മറ്റേ ഭാഗം സഹായിക്കും, ആക്റ്റീവ് ആയിരുന്ന ഭാഗം സഹായിക്കും. സിനാപ്റ്റിക് ബന്ധശക്തി മാറ്റം. ഇത് ന്യൂറോൺസ് തമ്മിലുള്ള ബന്ധം ശക്തമാകലാണ്. അത് റിപ്പീറ്റേഷൻ വഴിയാണ് ആകുന്നത്. അതിൽ നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഹാബിറ്റും ഫോർമേഷൻ ആകുന്നത്. പഠനവും പരിശീലനവും ചേർന്നതാണ് മസ്തിഷ്കത്തിന്റെ
പ്ലാസ്റ്റിസിറ്റി. ഇത് അത് തന്നെ ഞാൻ ചിത്രത്തിൽ കൊടുത്തതേ ഉള്ളൂ. സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി ഒരാൾ വായിക്കുന്നുണ്ട്, ഒരു ലേഡി അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, കുട്ടി പിന്നെ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മെമ്മറി വർദ്ധിപ്പിക്കാനും ഫിസിക്കൽ സ്ട്രക്ചർ വർദ്ധിപ്പിക്കാനും സഹായിക്കും. അടുത്ത ചിത്രത്തിലുള്ളത് പിന്നെ സ്ട്രോക്ക് വന്നയാളുടെ ഇതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ആക്റ്റീവായിട്ടുള്ള ന്യൂറോൺസ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ന്യൂറോൺസിന് പകരം പണിയെടുത്ത് അവരെയും കൂടെ ആക്റ്റീവ് ആക്കി കൊണ്ടിരുന്ന ഒരവസ്ഥയുണ്ട്. മസ്തിഷ്കത്തിലെ മാറ്റങ്ങൾ ഘടനാപരവും പ്രവർത്തനപരവുമാണ്. മെക്കാനിസംസ്: സിനാപ്റ്റോജനസിസ്, ന്യൂ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ പുതിയ ലിങ്കുകൾ ഉണ്ടാക്കുന്നതാണ്. സിനാപ്റ്റിക് നമ്മൾ നേരത്തെ പറഞ്ഞു, ബന്ധങ്ങൾ രൂപപ്പെടുന്നത്, ന്യൂറോൺസ് തമ്മിലുള്ള ബന്ധങ്ങൾ. ന്യൂറോജനസിസ്, ന്യൂ ന്യൂറോൺസ്, ചിലപ്പം പുതിയ ന്യൂറോണുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ LTP, LTD, സ്ട്രെങ്തൻ വീക്കൻ. LTP എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കുന്ന ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതിനാണ് LTP എന്ന് പറയുന്നത്. LTPയുടെ ഫുൾ ഫോം ലോങ് ടേം പൊട്ടൻഷിയേഷൻ എന്നാണ്. LTD ലോങ് ടേം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ വീക്കാകുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഇതാണ് ഇതിന്റെ മെക്കാനിസം. സിനാപ്സ് ശക്തിപ്പെടലും പുതിയ ബന്ധങ്ങളും മാറ്റത്തിന് കാരണമാകും. നമുക്ക് ആവശ്യം സിനാപ്സിനെ ശക്തിപ്പെടുത്തലും സിനാപ്സിന്റെ ന്യൂറോൺസ് തമ്മിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകലുമാണ് നമുക്ക് വേണ്ടത്. ഇത് കാണാവോ? ഇനി റിബൺ കാരണം മുകളിലുള്ള കാണത്തില്ല. 2 ന്യൂറോൺസ് ആണ് മുകളിൽ കാണുന്നത്. 2 ന്യൂറോൺസ് തമ്മിലുള്ള ബന്ധം സിനാപ്സ് ആണിത്. ആ ബന്ധം ഇവിടെയാണ്. ആ 2 സിനാപ്സ് തമ്മിലുള്ള ബന്ധമാണ് കാണുന്നത്. അത് ആ മുകളിലുള്ള 2 ന്യൂറോണിന്റെ ഇടയിൽ ഒരു ചതുരം ഇട്ടിട്ടുണ്ട്, കാണാവോ? അവിടെയാണ് ആ ബന്ധം വരുന്നത്. നമ്മൾ പരിശീലനം കൂടുന്നതിനനുസരിച്ച് ആ ന്യൂറോൺസ് തമ്മിലുള്ള ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സിനാപ്റ്റിക് സ്ട്രെങ്ത്. ഈ സിനാപ്റ്റിക് സ്ട്രെങ്ത് കൂടുന്നതാണ് പ്ലാസ്റ്റിസിറ്റി. ന്യൂറോണുകൾ തമ്മിലുള്ള സിനാപ്സ് ബന്ധം ശക്തമാകുമ്പോഴാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നടക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ അല്ലേ? അല്ലേ സാർ? Neuroplasticity happens when synaptic connections between neurons become stronger. ഇത് ഒരു ചിത്രം കൊടുത്തതേ ഉള്ളൂ. ഒരു കുട്ടിയുടെ ഒരു കാല് പിന്നെ മുറിഞ്ഞു പോയതാണ്. അപ്പം ഇതിൽ പറയുന്നത് ഉപയോഗിക്കാത്ത ഭാഗങ്ങൾ പുതിയ ജോലി പഠിക്കും. ഉപയോഗിക്കാത്ത ഭാഗങ്ങൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ് അവിടെ നടക്കുന്നത്. കുട്ടിയുടെ ആ കാല് വയ്യാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്നാൽ ഒരു കാലം കുട്ടിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ ഒരു കാലം വയ്യാതെ പോയാൽ പ്രാക്ടീസ് ചെയ്താലല്ലേ നടക്കാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കും. അത് ഒരിക്കൽ സ്കൂളിലെ ഒരു കുട്ടിയുടെ വലത്തെ കൈ പൊട്ടി നല്ല സുഖമായിട്ട് എഴുതാതെ നല്ല സുഖമായിട്ട് ഇരുന്നപ്പോൾ കുട്ടിയോട് ഇടത്തെ കൈ കൊണ്ടൊന്ന് എഴുതാൻ പറഞ്ഞു. ആദ്യം കുട്ടിക്ക് തീരെ പറ്റില്ല. പെട്ടെന്നൊന്ന് ഇടത്തെ കൈ കൊണ്ട് എഴുതാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എഴുതുന്നില്ല. പതുക്കെ ടീച്ചർ നിർബന്ധമായിട്ട് സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ എഴുതി 1 മാസം കൊണ്ട് ചെറിയ മെച്ചം വന്നു. 3 മാസം കൊണ്ട് കുട്ടിക്ക് പിന്നെ വലത്തെ കൈ കൊണ്ട് എഴുതണം എന്നില്ലെന്നായി. അത്രയും നന്നായിട്ട് കുട്ടി വലത്തെ കൈ കൊണ്ട് എഴുതാൻ തുടങ്ങി. അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. വെൻ ദ ബോഡി സ്ട്രഗിൾസ് ദ ബ്രെയിൻ ഹെൽപ്സ് എന്നല്ലേ സാറേ? അവിടെ കാണത്തില്ല. When the body struggles, the brain learns. ബോഡിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ബോഡിയെ സഹായിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഉത്തരം പറയണേ. ഇഫ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഈസ് ലൈഫ് ലോങ്, വൈ ഡു ചിൽഡ്രൻ ലേൺ ഫാസ്റ്റർ ദാൻ അഡൾട്ട്സ്? ഇത് ലൈഫ് ലോങ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ വലിയവരെക്കാളും വേഗത്തിൽ ഓരോന്ന് പഠിക്കുന്നത്?
അവരിൽ ന്യൂറോജെനിസ് കൂടുതലായിരുന്നു കുട്ടികൾ. റോയ് സാറേ അവരവർക്ക് തോന്നുന്നത് ഒന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യാൻ, ഡേറ്റ അക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും കുട്ടിക്കാലത്ത്. റോയ് സാർ. സിനോപ്സിസ് ഡെവലപ്പ് ചെയ്ത് വരികയല്ലേ കൂടുതലായിട്ട്? സാർ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. പക്ഷേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം മോർ ഫ്ലെക്സിബിൾ ആണ്. കുട്ടികളുടെ ബ്രെയിൻ മോർ ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ നമ്മുടെ ഒരു എല്ലൊടിഞ്ഞാലും കുട്ടിയുടെ എല്ലല്ലേ വേഗം കൂടുന്നത്. യെസ്. ഇളയതായതുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഓക്കെ. സിനാപ്റ്റിക് കണക്ഷൻസ് ആൻഡ് ഹയർ പ്ലാസ്റ്റിസിറ്റി ആണ് കുട്ടികൾക്കുള്ളത്. അഡൽട്സ്, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. അഡൽട്സ് ക്യാൻ ലേൺ, നീഡ് മോർ റിപ്പിറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. കുട്ടികളെക്കാളും കൂടുതൽ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് മാഡം. ഈ സ്റ്റോറേജ് കുട്ടിക്കാലത്ത് കുറവായിരിക്കും, പിന്നീട് സ്റ്റോറേജ് കൂടിക്കഴിഞ്ഞാൽ വ്യത്യാസം വരും. സ്റ്റോറേജിന്റെ പ്രശ്നമല്ല സാർ, സ്റ്റോറേജിന്റെ പ്രശ്നമില്ല. കുട്ടിക്ക് പിന്നെ വേറൊരു ഗുണമുണ്ട്, കുട്ടി ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ സ്ട്രെസ്സുകളൊക്കെ ഉണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. കുട്ടിയുടെ അത്ര ക്യൂരിയസ് അല്ല നമ്മൾ. പുതിയ എന്ത് കണ്ടാലും കുട്ടി എന്താ അതെന്ന് ചോദിച്ച് ശല്യച്ചെടുത്ത് ആ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നില്ല. അല്ല, നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ട്, ഫോക്കസിങ് കുറവാ. കുട്ടികൾക്ക് ഫോക്കസിങ് കൂടും. നമുക്ക് റിപ്പീറ്റേഷൻ കൂടുതൽ വേണം. ഈ സ്ട്രോക്ക് കഴിഞ്ഞ രോഗികൾ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അത് പ്രാക്ടീസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതാണ് ഹെബ്ബിയൻ തിയറി, ഫയർ ടുഗദർ എന്ന് പറഞ്ഞത്. ഫയർ ടുഗദർ. ജീവിതകാലം മുഴുവൻ മസ്തിഷ്കത്തിന് മാറാനുള്ള കഴിവുണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇതിന് രണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ബ്രെയിനിന്. നല്ല ശീലങ്ങൾ, പഠനം, പരിശീലനം, അതാണ് നല്ല പോസിറ്റീവായിട്ടുള്ള. ദീർഘകാല സ്ട്രെസ്, അല്ലാതെ സ്ട്രെസ്സൊക്കെ വരുന്നത് തെറ്റായ ശീലങ്ങൾ, അത് നെഗറ്റീവ് പ്ലാസ്റ്റിസിറ്റിയാണ്. നമുക്ക് നല്ലത്, ബ്രെയിനിന് എപ്പോഴും നല്ലത് പോസിറ്റീവ് പ്ലാസ്റ്റിസിറ്റിയാണ്. നല്ല ശീലങ്ങൾ മസ്തിഷ്കത്തെ ശക്തമാക്കും, മോശം ശീലങ്ങൾ ക്ഷയിപ്പിക്കും. കാരണം ഈ ആൽക്കഹോളൊക്കെ ഉപയോഗിച്ച് ഭയങ്കര അഡിക്റ്റഡ് ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ബ്രെയിൻ ക്ഷയിച്ചു പോവുകയല്ലേ ചെയ്യുക. ശീലമാണല്ലോ അത്. എവിഡൻസ്. ഇത് വെറും സിദ്ധാന്തം മാത്രമല്ല, ശാസ്ത്രീയ തെളിവുകളുള്ള ഒരു സത്യമാണ്. ഇപ്പം ടാക്സി ഡ്രൈവേഴ്സിന്റെ ബ്രെയിനുകൾ പരിശോധിച്ചപ്പം ബിഗ്ഗർ ഹിപ്പോ ക്യാമ്പസ് ആയിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ അവര് ഒരു വഴിക്കല്ല എല്ലാ ദിവസവും ഓടുന്നത്, ആണോ? ഈ നോവൽറ്റി ഭയങ്കര പ്രധാനമാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിക്ക്. അവർ ഓരോ ദിവസവും ഓരോ വഴിക്കാണ് പോകുന്നത്. പുതിയ 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 വഴികളിലൂടെയാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഹിപ്പോ ക്യാമ്പസ് കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്നത്. പിന്നെ ജഗ്ലേഴ്സ്, ഗ്രേ മാറ്റർ ഗ്രോത്ത്. ഈ ജഗ്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും കുട്ടി ഒരു പന്ത് കളിക്കുക വിചാരിച്ചോ. പന്ത് കളിക്കുന്ന ഒരു കുട്ടിയെ പിന്നെ ആലോചിച്ചാൽ ആ കുട്ടിയുടെ കയ്യിലോട്ട് പന്ത് ഒറ്റയടിക്ക് ആ കുട്ടിക്ക് പന്ത് കളിക്കാൻ പറ്റുമോ? മിനിറ്റ് വെച്ച് പന്ത് കളി പഠിക്കുമോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഗ്രേ മാറ്റർ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. പിന്നെ ഈ MRI എടുത്തിട്ടാണെങ്കിലും FMRI എടുത്തിട്ടാണെങ്കിലും ഈ സ്ട്രോക്ക് റിക്കവറി ഒക്കെ വരുന്നവരുടെ ഒക്കെ തെളിവുകൾ നമ്മൾ ഇപ്പം വിസിബിൾ ആണ്. ഇപ്പം ഈ സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് ഗ്രേ മാറ്റർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇപ്പം പന്ത് കളിക്കുമ്പം എന്താണ് സർ വേണ്ട കഴിവ്? പന്ത് കളിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ബ്രെയിനിന്റെ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഉപയോഗിക്കേണ്ടത് സ്കില്ലിന് വേണ്ടിയിട്ട്?
കൈയും കണ്ണും തമ്മിലുള്ള കോർഡിനേഷൻ കറക്റ്റ് ആവണം, ഇല്ലേ? ആരും വിട്ടുന്നില്ല. ശരിയാണത്, കൈ ശരിയാണ്. യെസ് മാഡം. അപ്പോ പഠനവും പുനരധിവാസവും പ്ലാസ്റ്റിസിറ്റി ശാസ്ത്രീയമായി തെളിയിക്കുന്നു. അപ്പൊ ഈ പ്ലാസ്റ്റിസിറ്റി ശാസ്ത്രീയമായി തെളിയിച്ചതാണ് ജോർജ് സാർ ഇപ്പോഴാ പറഞ്ഞത്. ഉം. ബ്രെയിൻ സ്കാൻ വഴി പഠനത്തെ തുടർന്ന് ബ്രെയിൻ മാറ്റങ്ങൾ കാണാം. ബ്രെയിൻ സ്കാൻ വഴി ഇത് കാണാൻ പറ്റും. ഫാക്ടേഴ്സ് ബൂസ്റ്റ് എന്തൊക്കെയാണ് നാം ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്ന, ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നതെന്നാണ്. സ്ലീപ്പ്, എക്സസൈസ്, നോവൽറ്റി. നോവൽറ്റി വളരെ പ്രധാനമാണ്. സ്ലീപ്പ് പ്രധാനമാണ്, എക്സസൈസും പ്രധാനമാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ രക്തഓട്ടം കൂടും, മെമ്മറി കൂടും. ഹിൻഡർ സ്ട്രെസ് തടസ്സം, സ്ട്രെസ്സും ആൽക്കഹോളുമാണ്. ഏത് ഏജിലും ലൈഫ് ലോങ് ആണ് പ്ലാസ്റ്റിസിറ്റി. പ്രായം, അനുഭവങ്ങൾ, ഉറക്കം, സമ്മർദ്ദം എന്നിവ മാറ്റത്തെ സ്വാധീനിക്കും. ലേണിംഗ്, റിപ്പീറ്റീഷൻ ബിൽഡ്സ് പാത്സ്. റിപ്പീറ്റ് ചെയ്യുമ്പം നമ്മളുടെ സിനാപ്സ് വർദ്ധിക്കുന്നു. സ്പേസ്ഡ് പ്രാക്ടീസ് ഫോർ മെമ്മറി. നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം മെമ്മറി വർദ്ധിക്കാൻ. പഠനം തന്നെയാണ് മസ്തിഷ്ക മാറ്റത്തിന്റെ ഇന്ധനം. മെന്റൽ ഹെൽത്ത്, CBT ഫോർ ഡിപ്രഷൻ. സാബു സാറെ, CBT എങ്ങനെയാ ഡിപ്രഷനെതിരെ ഉപയോഗിക്കുന്നത്? CBT ചിന്തകൾ മാറ്റുക, നമ്മുടെ തെറ്റായ ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള കണ്ടുപിടിച്ച് ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്ത നിറച്ചു കൊടുക്കണം, അല്ലെ? Yes. ഞാൻ എന്നെ ഒന്നിനും കൊള്ളിയാലെന്ന് പറയുന്നിടത്ത് ഞാൻ തണുപ്പത്ത് എന്നെ ശ്രമിച്ചാൽ കൊള്ളാമെന്ന് മെച്ചപ്പെടാം, പറയണം. ശ്രമിച്ചാൽ മെച്ചപ്പെടാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ADHD ആണെങ്കിലും ക്ലാസ് കേൾക്കാം. ശ്രദ്ധയും നിയന്ത്രണവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അത് ബ്രെയിനിനെ കുറച്ചൊക്കെ ശ്രദ്ധ ക്രമീകരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ചിന്തകളും ശീലങ്ങളും മാനസികാരോഗ്യം രൂപപ്പെടുത്തുന്നു. റിക്കവറി, ബ്രെയിനിന്റെ സൂപ്പർ പവർ കണ്ടോ? സ്ട്രോക്ക്, അതർ ഏരിയാസ് കോമ്പൻസേറ്റ്. സ്ട്രോക്ക് വന്നാൽ അത് നമ്മൾ പറഞ്ഞു, ഡേയ്സ് ടു വീക്ക് റീറൈറ്റിംഗ്. ഒരുപാട് കാലം കൊണ്ട് റീറൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് റിക്കവറി നടക്കുന്നതിന്റെ ന്യൂറോളജിക്കൽ കാരണം. ഇതാണ്. പുറകിലുള്ളൊന്ന് വായിക്കാവോ സാറേ, ആ മലയാളം? പരിക്കിന് പരിക്കിന് ശേഷം ശേഷം പോലും പോലും മസ്തിഷ്കം പുനഃസംഘടിപ്പിക്കാൻ കഴിയും. ബൂസ്റ്റേഴ്സ്, നമുക്ക് എന്തൊക്കെയാണ് ബൂസ്റ്റേഴ്സ് വേണ്ടതെന്ന് നോക്കാം. ന്യൂ സ്കിൽസ്, നോൺ ഡോമിനന്റ് ഹാൻഡ്. അങ്ങനെ പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിക്കാം. അതിലൊരു ഏറ്റവും എളുപ്പമുള്ള പരിപാടി നോൺ ഡോമിനന്റ് ഹാൻഡ് കൊണ്ട് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈ കൊണ്ട് എഴുതുക. 10 മിനിറ്റ് മെഡിറ്റേഷൻ, എക്സസൈസ്, സ്ലീപ്പ്. അത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രദ്ധ, ആവർത്തനം, വിശ്രമം പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നു. എക്സസൈസ് ആണ്. ഈ ബ്രെയിൻ എക്സസൈസ് പ്രത്യേകം ഉണ്ടല്ലോ സർ, അതിങ്ങനെ നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്യുന്നില്ലേ? ഈ ബ്രെയിൻ ജിം. നമ്മുടെ ഈ വലത്തെ മുട്ടുകൊണ്ട് ഇടത്തെ കാൽമുട്ടിലേക്ക് എത്തിക്കുക, ഇടത്തെ കൈമുട്ടുകൊണ്ട് വലത്തെ കാൽമുട്ടിലേക്ക് നമ്മൾ മുട്ടിക്കുക. അത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ബ്രെയിൻ ജിമ്മാണ്. കൂട്ടത്തിൽ അത് എക്സസൈസ് കൂടിയാണ്. ബ്രെയിനിന് മാത്രമല്ല, നമുക്ക് എക്സസൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വിരൽ കൊണ്ടൊക്കെ ചെയ്യുന്നത് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതിലേതെങ്കിലുമൊക്കെ. പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിലെ 2 ബോൾ എടുത്ത് ഒരു കൈ കൊണ്ട് മേലോട്ട് എറിഞ്ഞ് ഓരോന്നോരോന്ന് മാറി മാറി പിടിക്കുമായിരുന്നു. അതിപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട്, പണ്ട് ചെയ്ത്. റൈറ്റ് വിത്ത് നോൺ ഡോമിനന്റ് ഹാൻഡ്, ഫീൽ ദ റീറൈറ്റിംഗ്. ഐ ആം റൈറ്റിംഗ് വിത്ത് മൈ
ലെഫ്റ്റ് ഹാൻഡ്. ശാരീരിക വ്യായാമം മസ്തിഷ്ക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. പിന്നെ ഭയങ്കര ഒരു മിത്തായിരുന്നു ഏത്, കുട്ടികൾക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ എന്നുള്ള ഒരു മിത്തായിരുന്നു. ഓൺലി കിഡ്സ്, അത് തെറ്റാണ്. ഫാക്ട് ലൈഫ് ലോങ് ആണെന്നുള്ളതാണ് ഫാക്ട്. ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും ഒരു കാര്യവും നടക്കില്ല. ഫാക്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മാത്രമേ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. പ്രായം കൂടുമ്പോൾ പഠിക്കാനാവില്ലെന്നത് ഒരു മിഥ്യയാണ്. ഇപ്പൊ ആ മേലോട്ട് പോയത് എനിക്ക് കാണത്തില്ല, ഏറ്റവും മുകളിലുള്ളത്. പ്രാക്ടീസ് കൂടാതെ പ്ലാസ്റ്റിസിറ്റി ഇല്ല. ടേക്ക് അവേസ്: ബ്രെയിൻ ചേഞ്ചസ് ഓൾവേസ്. അതൊന്ന് വായിക്കോ സാറേ. ബ്രെയിൻ ചേഞ്ചസ് ഓൾവേസ്, സ്റ്റാർട്ട് സ്മോൾ, 1 ഹാബിറ്റ് പെർ വീക്ക്. ഒരു ചെറുതായിട്ട് നമ്മൾ തുടങ്ങിയാൽ മതി. ഓരോ വീക്കിലും ഓരോ ചെറിയ ഹാബിറ്റ് എടുത്താലും മതി. നാം ചെയ്യുന്ന കാര്യങ്ങൾ മസ്തിഷ്കത്തെ ഓരോ ദിവസവും മാറ്റുന്നു. 6 pillars ഓഫ് ബ്രെയിൻ ഒന്നാമത്തെ സർ, ഒന്നാമത്തെ ഗെറ്റ് മൂവിങ്, എക്സസൈസ് ആണ്. 2, സീക്ക് ഔട്ട് മെന്റൽ ചലഞ്ചസ്, നമ്മൾ മനസ്സിനെ പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. പുതിയ കാര്യങ്ങൾ ചെയ്യണം. ഈറ്റ് സ്മാർട്ട്ലി. ഈറ്റ് സ്മാർട്ട്ലി എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കണ്ടമാനം കഴിക്കാനല്ല, നല്ല ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള നല്ല ഫുഡ്, ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക. ജങ്ക് ഫുഡ് ബ്രെയിനിനും ഇഷ്ടമില്ല. 4, ബി സോഷ്യൽ, ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക. ടോക്കിംഗ് ആൻഡ് ഷെയറിങ്, ബ്രെയിൻ ആക്റ്റീവ് ആകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഏജ് കൂടാൻ ഏറ്റവും എളുപ്പമാർഗം ലോൺലിനെസ് ആണ്. ഏജ് കൂടാൻ ഏറ്റവും നല്ല മാർഗം അല്ലേ ജോർജ് സാറേ? തീർച്ചയായിട്ടും. പിന്നെ അടുത്തത് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. അത് പ്രധാനമാണ്. ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബ്രെയിനൊക്കെ റീവയർ ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പാച്ച് വർക്കും നടക്കുന്നത് ഉറക്കത്തിലാണ്. അടുത്ത് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം. BP കൺട്രോൾ ആയിരിക്കണം, ഷുഗർ കൺട്രോൾ ആയിരിക്കണം, സ്ട്രെസ് കൺട്രോൾ ആയിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ക്യൂരിയസ് ആകണം. കുട്ടികളെ പോലെ നമുക്ക് ക്യൂരിയസ് ആകാൻ പറ്റണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും മൾട്ടി ടാസ്കിങ് ആകരുത്. നമ്മളെപ്പോഴും ഒരു കാര്യം നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, മൾട്ടി ടാസ്കിങ്. ഞാനിപ്പോൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ, ഒരെണ്ണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത്, അല്ലേ, ഇങ്ങനെ റിമോട്ട് വെച്ച് TV മാറി 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 പോവില്ലേ? അതുപോലെ ഫോണിലും. ഉറക്കം, വ്യായാമം, പഠനം, പോഷണം, സമ്മർദ്ദ നിയന്ത്രണം, സാമൂഹിക ബന്ധങ്ങൾ ബ്രെയിനിനെ സംരക്ഷിക്കുന്നു. ഹൗ ഡു വി ട്രിഗർ ന്യൂറോപ്ലാസ്റ്റിസിറ്റി? ന്യൂറോപ്ലാസ്റ്റിസിറ്റി എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നതെന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ്. ന്യൂ ലാംഗ്വേജ്, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ന്യൂ മൂവ്മെന്റ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഗിത്താർ പഠിക്കുന്നത് നമ്മൾ നേരത്തെ അതിനകത്ത് പറഞ്ഞായിരുന്നു. ഗിത്താർ പഠിക്കുന്നതാണ് സാധാരണ ഉദാഹരണമായിട്ട് എടുക്കാറ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നത്. ഗെറ്റ് ക്രിയേറ്റീവ്, തിങ്ക് ഡിഫറൻറ്റ്, വ്യത്യസ്തതയായിട്ട് ചിന്തിക്കുക. പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് ഒരു കാര്യമാണോ? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ സാറേ? പുതിയ കാര്യം എന്ന് പറയാനല്ല, പണ്ട് മുതലേ ശീലിച്ചതാണ്. അങ്ങ് ചെയ്യുമല്ലേ, നമ്മളെന്നും ആലോചിക്കാതെ വെറുതെ അങ്ങ് ചെയ്യുവാണ്. അത് ബ്രെയിനിന് ഒരു ഗുണവും കിട്ടുന്നില്ല. ഓട്ടോ പൈലറ്റിംഗ് മൂഡിലാണ് നമ്മൾ പല്ല് തേക്കുന്നത്. അത് പറയുന്ന മാഡം, ഹലോ സർ. അത് പറയുന്നത് ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്. ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ മനഃപൂർവ്വം കൈ ഒന്ന് മാറ്റി ഇടത് കൈ കൊണ്ടൊന്ന് പ്രയോഗിച്ചു. അത് നല്ലതാണ്. അന്നേരം വ്യത്യാസമായി. നോവൽറ്റി വേണം എപ്പോഴും.
അതെ മാഡം അതെ ബ്രെയിൻ ഓട്ടോ പൈലറ്റ് മോഡ് ആകുന്നത് പിന്നെ വയറിംഗ് കൊണ്ടാണ്, പ്ലാസ്റ്റിസിറ്റി കൊണ്ടാണ് ഉണ്ടാകുന്നത്. അല്ല, നമ്മളങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാസ്റ്റിസിറ്റിക്ക് ഗുണം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഹാബിച്വൽ ആകുന്നതാണ്, ഹാബിറ്റ് ആകുന്നു. ഹാബിച്വൽ. സാറേ ഈ മലയാളത്തിലുള്ള ഒന്ന് വായിച്ചേക്കാവോ? ആവർത്തനം, പുതുമ, ശ്രദ്ധ എന്നിവയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണർത്തുന്നത്. ഈ ചെറുപ്പത്തിന് ശേഷം can you think of one habit you learned later in life? ആർക്കെങ്കിലും ഒരു ഹാബിറ്റ് പുതിയത് ഉണ്ടാക്കിയതായിട്ട് പറയാവോ? Can you think of one habit? Can you think പറയണമെന്നില്ല, of one habit? ആലോചിച്ച്. can you think of one habit you learned later in life? Later in life. അത് കുട്ടിക്കാലത്ത് കഴിഞ്ഞിട്ട് തുടങ്ങിയതാന്ന് ശീലിക്കാത്ത പറയാ ഈ പരിപാടി. ഈ ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയത് ഇപ്പോഴല്ലേ, നമ്മുടെ കൊറോണ കാലത്തിന് ശേഷം. അതുവരെ ഇതിങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. ഓൺലൈൻ സർ, ലേണിംഗ്. ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി ഈ ചോദ്യം. ന്യൂറോപ്ലാസ്റ്റിസിറ്റി. യുവർ ബ്രെയിൻ ഈസ് നോട്ട് ഫിക്സഡ്, ഇറ്റ് ചേഞ്ചസ് വിത്ത് വാട്ട് യു റിപ്പീറ്റ്, പ്രാക്ടീസ് ആൻഡ് ബിലീവ്. ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കുടുംബശ്രീ തുടങ്ങി കഴിഞ്ഞപ്പം 50 വയസ്സിനൊക്കെ മുകളിലോട്ടുള്ള ലേഡീസൊക്കെ പിന്നെ എന്താ പറയുക, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനും പിന്നെ കാശ് പൈസ കൈകാര്യം ചെയ്യാനും പഠിച്ചു. സ്മാർട്ട് ഫോണും ഡിജിറ്റൽ ബാങ്കിങ്ങും ജിപേ പഠിച്ചു, എല്ലാം പഠിച്ചു. അത് അവർക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ എല്ലാവരും ഉപയോഗിച്ച് ഞാനും ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചെന്ന് മെനക്കെട്ടപ്പം അവരുടെ ബ്രെയിനിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടായി, ബ്രെയിനിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ടായി. ഒരു വയസ്സായ അമ്മയുടെ പേരക്കുട്ടികൾ അമേരിക്കയിലായിരുന്നു. അവർക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല. അവർ വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങനെയോ അവർ ആരോ നിർബന്ധിച്ച് പിന്നെ വീഡിയോ കോൾ വിളിക്കാൻ പഠിപ്പിച്ചു. ആദ്യമൊക്കെ അവർക്ക് ഫോൺ തൊടാൻ തന്നെ പേടിയായിരുന്നു. പിന്നെ പ്രാക്ടീസ് കൊണ്ട് അവർ നന്നായിട്ട് വീഡിയോ കോൾ വിളിക്കാൻ പഠിച്ചു. ഇപ്പം അവർ വീഡിയോ കോൾ വിളിക്കാൻ അവരെ പോലെയുള്ള മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ ഈ വയസ്സായാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ തെളിവാണ്. ഇഫ് വി കീപ് ലേണിംഗ് അവർ ബ്രെയിൻ കീപ്സ് ഗ്രോയിങ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാലേ ബ്രെയിൻ വളരുള്ളൂ. നമ്മുടെ ബ്രെയിന് ഒരിക്കലും സ്ഥിരമായ ഒന്നല്ല. നമ്മൾ ആവർത്തിക്കുന്നത്, പരിശീലിക്കുന്നത്, വിശ്വസിക്കുന്നത്, അതനുസരിച്ച് ബ്രെയിൻ മാറും. പഠനത്തിന് പ്രായപരിധിയില്ല, മാറ്റം എല്ലായ്പ്പോഴും സാധ്യമാണ്. അപ്പം ഇന്ന് നിങ്ങൾ എന്താണ് പുതിയതായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? വാട്ട് വിൽ യു സ്റ്റാർട്ട് ലേണിംഗ് ടുഡേ? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാലേ ബ്രെയിൻ വളർന്നുകൊണ്ടിരിക്കുകയുള്ളൂ. എവറി സ്മോൾ എഫേർട്ട് വി റിപ്പീറ്റ് ടുഡേ ഈസ് ഷേപ്പിംഗ് അവർ ബ്രെയിൻ ഫോർ ടുമോറോ. ഇന്ന് നമ്മൾ ആവർത്തിക്കുന്ന ഓരോ ചെറിയ ശ്രമവും നമ്മുടെ നാളെയുടെ ബ്രെയിൻ രൂപപ്പെടുത്തുകയാണ്. ശരിയല്ലേ? ശരിയാണ്. അപ്പം എല്ലാവർക്കും ഇപ്പൊ അറിയപ്പെട്ടോ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, സാർ, ഹെബിയൻ വയറിങ്ങിനെ പറ്റി നമുക്ക് പഠിച്ചത് കറക്റ്റ് ആയോ എന്നറിയാൻ ഒരു 5 ചോദ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിർബന്ധമില്ല. ഹെബിയൻ വയറിങ്, ആ പ്ലാസ്റ്റിസിറ്റിയെ പറ്റി ഒരു 5 ചോദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ സമയമാണോ? പറഞ്ഞോളില്ലേ, പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹെബിയൻ ലേണിംഗ്? അതെന്താണെന്ന് പഠിച്ചായിരുന്നോ? റോയ് സാർ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താണ് ഹെബിയൻ ലേണിംഗ്? സാർ അഡ്മിറ്റ് ചെയ്യും, റോയ് സാർ അഡ്മിറ്റ് ചെയ്യും. റോയ് സാർ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ലേൺ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഇതാവും എന്നുള്ളതായിരിക്കും.
അതെ സർ, അതെ, ഒരു സെന്റൻസ് ഞാനത് പല പ്രാവശ്യം പറഞ്ഞായിരുന്നു. അതൊന്ന് വേണമെങ്കിൽ സാർ എഴുതിക്കോ. ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ. ന്യൂറോൺസ് ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ, വയർ ടുഗദർ. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ന്യൂറോണുകൾ ശക്തമായി ബന്ധപ്പെടുന്നു. വൈ ഈസ് റിപ്പീറ്റേഷൻ ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് റിപ്പീറ്റേഷൻ ഇമ്പോർട്ടന്റ് ആകുന്നത്? ഹാബിച്വലാവും. റിപ്പീറ്റ് ചെയ്യുമ്പോഴേ ന്യൂറൽ ബന്ധങ്ങൾ ശക്തമാകുന്നു, സിനാപ്സ് തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു. ഈസ് ഹെബിയൻ ലേണിംഗ് ഫാസ്റ്റ് ഓർ സ്ലോ? വേഗത്തിൽ നടക്കുന്നതാണോ ഹെബിയൻ ലേണിംഗ്? യൂഷ്വലി സ്ലോ ആണ്. നീഡ്സ് റിപ്പീറ്റഡ് പ്രാക്ടീസ്. ഉത്തരം ആവർത്തനം വേണം. ക്യാൻ റോങ് പ്രാക്ടീസ് ആൾസോ ബിക്കം സ്ട്രോങ്? തെറ്റായ പരിശീലനവും ശക്തമാകുമോ? ആകും അല്ലേ? ആകും 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 ആകും. പ്രാക്ടീസ് ആവർത്തിച്ച് ചെയ്താൽ തെറ്റും ശക്തമാകും. ഇഫ് ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ, ഇച്ചിരി നിങ്ങളുണ്ട്. ഇഫ് ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ, വൈ ഡോണ്ട് വി ലേൺ എവരിതിങ് വി ആർ എക്സ്പോസ്ഡ് ടു? നമ്മൾ കാണുന്നത് മുഴുവൻ ഈ ന്യൂറോൺസ് ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ബന്ധപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന എല്ലാം പഠിക്കാത്തത് എന്തുകൊണ്ടാണ്? ജോർജ് സാറേ. അതെ, അത് വലിയ ചോദ്യമാണല്ലോ. എല്ലാം എല്ലാം നമ്മള് കാണുന്നുണ്ട്, പക്ഷെ പഠിക്കില്ല. എല്ലാം ഉള്ളിൽ പതിയുന്നില്ല വേണ്ടുവോളും. അത് പ്രാക്ടീസ്. അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാ മാഡം. ഞാൻ ഉത്തരം പറഞ്ഞേക്കാം. കപ്പാസിറ്റി നിരന്തരം അല്ല മാഡം, നിരന്തരം റിപ്പീറ്റ് ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യൂ. കറക്റ്റ് സാർ. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഈ റോഡിലൊക്കെ ഹോൾഡിംഗ് വെച്ചേക്കത്തില്ല, ഒരേ പോസ്റ്റർ അല്ലെങ്കിൽ ഹോൾഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വെച്ചാൽ നമ്മുടെ മനസ്സിൽ കയറും. കറക്റ്റ് ആണ് സാർ. ഹെബിയൻ ലേണിംഗ് നീഡ്സ് റിപ്പീറ്റേഷൻ ആൻഡ് മീനിങ് ഫുൾ ആക്ടിവേഷൻ. വൺ ടൈം എക്സ്പോഷർ ഈസ് യൂഷ്വലി നോട്ട് ഇനഫ്. അറ്റൻഷൻ, പ്രാക്ടീസ് ആൻഡ് ഇമോഷണൽ ഇമ്പോർട്ടൻസ് പ്രധാനമാണ്. ഹെൽപ്പ് ന്യൂറോൺസ് ഫയർ ടുഗദർ റിപ്പീറ്റഡ്ലി. ഓൺലി ദെൻ സ്ട്രോങ് കണക്ഷൻസ് ഫോം. ഓക്കെ സർ, താങ്ക് യു സർ. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ പ്രത്യേകത. നമ്മൾ കാണുന്നത് വീണ്ടും 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 നമ്മൾ സെർച്ച് ചെയ്യുന്നത് വീണ്ടും വീണ്ടും കാണിച്ച് അത് നമ്മളെ മേടിപ്പിക്കും അല്ലേ? താങ്ക് യു സാർ. തീർച്ചയായും താങ്ക് യു മാം. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മളത് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വെച്ചാൽ ക്രിയേറ്റീവായിട്ട് ക്രിയാത്മകമായി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ, ഓട്ടോറിക്ഷ ഓടിക്കും. ഇപ്പം UK തന്നെ ഒരു സ്റ്റഡി നടന്നിരുന്നു ഈ അടുത്ത കാലത്ത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ വയറിങ്ങിൻ്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് കാണാൻ. അത് ഒരു ടെസ്റ്റ് നടത്തുന്നത് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനുള്ള ഒരു ടെസ്റ്റിൽ വളരെ കൃത്യമായിട്ട് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം അവിടെ എപ്പോഴും വഴികൾ ബ്ലോക്കൊക്കെ വരുമ്പോൾ മാറിപ്പോകാനുള്ള ഒരു രീതി അവിടെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ചെറിയ ചെറിയ വഴികൾ ഒരേപോലെ സിമെട്രിക്കൽ പാത്ത് വേസ് ആണ്. അപ്പോൾ അതിലൂടെ കൃത്യമായിട്ട് പാത്തിൽ കൂടെ പോകാൻ ശ്രമിക്കുകയും അറിയുകയും ചെയ്യുന്നതൊക്കെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്നത്തെ മനോരമ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ അടിപൊളി ന്യൂസ് ഉണ്ട്. ന്യൂസ് ഇതാണ്: PhD എടുക്കാം. എന്താണ് കോൺസെപ്റ്റ്? ഇതാണ്: ഈ പ്രായത്തിൽ പഠിക്കാമോ? സീനിയർ സിറ്റിസൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഒരു PhD എടുക്കാം. 4 PhD എടുത്ത പ്രായമുള്ള 75, 82, 73, 75 വയസ്സുള്ള 4 പേരുടെ പടം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 4 പേരും ഈ പ്രായത്തിൽ, എല്ലാവരും 73 മുകളിലാണ്. അവർ PhD എടുത്തു എന്നാണ് പറയുന്നത്. ഒരു കുമാരഗുരു, ഒരാൾ അനന്തരാമൻ, വിമല ആൻഡ് കനിഷ്കൻ. അപ്പോൾ ഈ പ്രായത്തിലും അതൊക്കെ ചെയ്യാൻ പറ്റും. ബ്രെയിൻ അത്രമാത്രം സജ്ജമാണ്. ബ്രെയിൻ ഉപയോഗിക്കാൻ തയ്യാറായാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. വിഷയത്തിനെ അധികരിച്ച് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു വിഷയം നമുക്കറിയാം, ഓർമ്മയുടെ അസുഖം. ഒരു കാലത്തിന് തൊട്ട് മുമ്പ് വരെ ഈ ഓർമ്മയുടെ അസുഖം വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ അതങ്ങനെ പറഞ്ഞ് കേൾക്കുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഒരു 10 years ബാക്ക്, 15 years ബാക്കൊക്കെ അത് വളരെ കൂടുതലായിരുന്നു.
എൻ്റെ മദറും ഒക്കെ ഈ അൽഷിമേഴ്സിൻ്റെ ഒരു തലത്തിലായിരുന്നു ആ, മുന്നോട്ട് പോയത്. അപ്പോൾ അവിടെയൊക്കെ വ്യത്യാസം വന്നു, പുതിയ പുതിയ കാര്യങ്ങൾ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോവിഡാണ് ഏറ്റവും അനുഗ്രഹകരമായ പുതിയ പുതിയ അറിവുകൾ തന്നത്. അതുതന്നെ ഈ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ കണക്ടിവിറ്റി. യൂട്യൂബ് നോക്കാത്ത ആരാ ഉള്ളത്? യൂട്യൂബ് നോക്കി തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നു ബ്രെയിൻ ഒരിക്കലും നശിക്കത്തില്ല. ബ്രെയിൻ എപ്പോഴും പുതിയ പുതിയ അറിവുകൾ കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ സീരിയലൊക്കെ കാണുന്നവർക്കും ബ്രെയിനിനെ സംബന്ധിക്കുന്ന കണക്ടിവിറ്റി വളരെ കൂടുതലാണ്. അവരൊക്കെ വളരെ ഉഷാറാണ്. പക്ഷെ അത് നെഗറ്റീവാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഇമോഷണൽ ബ്രേക്കേജ് ആണ് ഉണ്ടാകുന്നത്. പോസിറ്റീവായിട്ടുള്ള നമ്മൾ കോഗ്നിറ്റീവ് പറഞ്ഞല്ലോ, കോഗ്നിറ്റീവ് തലം എന്നൊക്കെ നല്ല ചിന്തകളെ പ്രയോജനകരമായിട്ട് ഉപയോഗിച്ച്, ചിന്തയാണല്ലോ ആദ്യം ഉണ്ടാകുന്നത്. ആദ്യത്തെ സ്പാർക്ക് ചിന്തയിലാണ്. ചിന്തയിൽ നിന്നാണ് പുതിയ അറിവുകൾ. ഇപ്പം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉടനെ നമ്മൾ ഗൂഗിളിൽ തപ്പി നോക്കും, എന്താണ് പ്ലാസ്റ്റിസിറ്റി, അതിൻ്റെ സാധ്യതകൾ എന്താണ്, അങ്ങനെ ഉള്ള വാക്കുകൾ. അപ്പോൾ വളരെ ക്രിയാത്മകമായ ഒരു വിഷയമാണിത്. ബ്രെയിൻ റീവയറിങ്, അല്ലെങ്കിൽ പുതുക്കുക, സിനാപ്സസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇങ്ങനെ പല വാക്കുകൾ അതിലൂടെ ഉരുപ്പെട്ടു വരും. ഓക്കെ, നമുക്ക് അനിൽ സാറിൽ നിന്ന് തുടങ്ങാം. അനിൽ സാർ പറയും. താങ്ക് യു സാർ. എന്നെ ആദ്യം വിളിച്ച ഹലോ കേൾക്കാമോ സാർ? കേൾക്കാം കേൾക്കാം, പറയും. കേൾക്കാം സാർ. വളരെ കാണത്തില്ല. ഓമന ടീച്ചർ വളരെ നന്നായിട്ട് ഇത് നമുക്ക് അതൊരു ചുരുക്കി, ഇത്രയും ഇത് വലിയ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്, പക്ഷെ ഇത്രയും നേരം കൊണ്ട് ഇത് ഇത്രയും ഒന്ന് പഠിച്ചു. പിന്നെ ഈ ന്യൂറോജെനിസ്, അതായത് ന്യൂറോജെനിസ് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡെഡ് ആയിപ്പോകും. അതാണ് പലരും, അതായത് ഈ മണ്ടന്മാരാകുന്നതിന്റെ കാരണം ഒരിക്കൽ അത് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ ഉണ്ട ശർക്കര വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ അതങ്ങ് സെറ്റാവും. അല്ല വേണ്ട, ബോൺവിറ്റ ഒരു പുറത്ത് വെച്ചാൽ അത് സെറ്റാവും. അതുപോലെ ഈ ബ്രെയിന് ന്യൂറോൺസ് അങ്ങ് സെറ്റായി പോകും, പിന്നെ വർക്കൗട്ട് ആകും. അതുകൊണ്ട് ഒരിക്കൽ കുട്ടിക്കാലത്ത് പഠിച്ചില്ലെങ്കിൽ പിന്നെ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളാതെ. അത് ന്യൂറോജെനിസ് യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ഒന്നുള്ളത്, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാഡം പറഞ്ഞ എവരിത്തിങ് മിക്കവാറും എല്ലാം കവർ ചെയ്തു. പിന്നെ നമുക്ക് ഈ കുറെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ബ്രെയിൻ പിന്നെ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ടായി കഴിയുമ്പം നമുക്ക് ന്യൂറോൺസിൽ ഒരു ക്യാപ്പ് ഉണ്ടാവും. അതിന്റെ പേര് ഞാൻ വിട്ടുപോകും. ന്യൂറോൺസ് ക്യാപ്പ്. അത് സാർ എന്താ സാബു സാറേ അതിന്റെ പേര്? നോക്കാം സാർ, എനിക്ക് ഓർമ്മ വരുന്നില്ല. അല്ല, ന്യൂറോൺസിൽ ഒരു ക്യാപ്പ് ഇടും, അതായത് ഒരു കവറിങ് ഉണ്ടാവും ന്യൂറോൺസിൽ. ഞാൻ അത് ജസ്റ്റ് വിട്ടുപോയി. അപ്പൊ അതിന്റെ പേര്, അപ്പൊ ആ ക്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് മറന്നു പോകുന്നത്. കാരണം ഇത് ലീക്ക് ഔട്ട് ആകാതിരിക്കാനായിട്ട് ആ ക്യാപ്പ്, ന്യൂറോൺസിന്റെ പുറത്ത് നമുക്ക് ഈ ഇൻസുലേഷൻ ചുറ്റുന്ന പോലെ ഒരു ക്യാപ്പ് ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരിക്കലും അത് പോവില്ല. എനിവേ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മാഡവും സാറും എല്ലാം എക്സ്പെർട്ട് ആണ്, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എങ്കിലും നന്നായിരുന്നു. ഇതുപോലെയുള്ള അനുഭവങ്ങൾ വേണം. പിന്നെ ഈ ബ്രെയിന് എത്രയാണെങ്കിലും 60 വയസ്സ് കഴിഞ്ഞാലും പുതിയ ന്യൂറോൺസ് ഉണ്ടാവും. അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കുഴപ്പമെല്ലാം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, അനിൽകുമാർ സാർ പറയും. സാറേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ടീച്ചറിൻ്റെ ക്ലാസ്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ടീച്ചർ ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൊച്ചു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന മാതിരി ആണ് ഇതെല്ലാം ടീച്ചറോട് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കിതെല്ലാം കൂടെ എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കിത് ഇറക്കി നോക്കാം. ഇങ്ങനെ നല്ല മെച്ചമായ ഒരു ക്ലാസ് തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുതിയ പാത വെട്ടി തെളിക്കുന്ന കാര്യങ്ങളൊക്കെ ടീച്ചർ ഇവിടെ കൊണ്ടുവന്നു. അപ്പം നമ്മളത് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അതിലേക്കൊന്നും കിടക്കാതെ ഞങ്ങൾ പറയുകയാണ്. പിന്നെ നമുക്കൊരു അറ്റൻഷൻ വേണം, അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അതിൽ ഇമോഷൻസും വേണമെന്നും ലാസ്റ്റ് ടീച്ചർ എടുത്ത് പറയുകയുണ്ടായി. ഇപ്പം ലേണിംഗ് വേണം, അറ്റൻഷൻ വേണം, റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണം, ദാറ്റ് ഈസ് ആവർത്തനം. ഇത് ചുരുക്കി പറഞ്ഞ ഇതിനെല്ലാം നമ്മുടെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇവിടെ ഉണ്ടാകണം. നമ്മുടെ മനസ്സ് അതിനുവേണ്ടി തയ്യാറാകണം. മടിയൊക്കെ മാറ്റി നിർത്തി ഇപ്പോഴും ഇതൊക്കെ പ്രായമായി എന്നുള്ള ചിന്തയാണ് നമ്മളെ താഴോട്ട് വലിക്കുന്നത്. എന്നാൽ ഇത് ഈ നമ്പറിനെ പറ്റി ചിന്തിക്കുന്നത് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ ഇച്ചിരി പ്രായമുള്ളതാണല്ലോ, എപ്പോഴും ഒരു പ്രായമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ 65-75 വയസ്സ് വരെ ഉള്ളു ജീവിതം എന്നുള്ള മട്ടിലാണ് ചെറുപ്പക്കാരായ 45 വയസ്സിന് താഴെയുള്ളവരൊക്കെ ചിന്തിക്കുന്നത്. എന്നാലും നമ്മളെ അത് അഫക്റ്റ് ചെയ്യല. യെസ്, വി ആർ ചെറുപ്പം എന്നുള്ള ഒറ്റ ചിന്തയാണ്. നമ്മൾ അടിച്ച് പൊളിച്ച് പാട്ടും പാടി പുതിയ പുതിയ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തും സാബു സാറ് കൊണ്ടുവരുന്ന പുതിയ പുതിയ ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എനർജറ്റിക് ആൻഡ് പവർഫുൾ ആയിട്ട് നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പ്രത്യേകിച്ച് നമ്മളെ ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ടീച്ചർ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. കൂടാതെ
സാബു സാർ ഇത് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോട് നേരത്തെ മുൻകൂട്ടി കണ്ട് ഇന്നത്തെ മനോരമ പേപ്പറിൽ കണ്ട കാര്യവും പറഞ്ഞു. 73, 75, 80 വയസ്സുള്ള ആൾക്കാർ PhD എടുക്കുക. PhD എടുക്കുന്നത് 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ടും അല്ലല്ലോ. ഇതിനൊക്കെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിന് തയ്യാറാണ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രായമായി വരുന്നവർ അറിയുകയാണെങ്കിൽ അവരുടെ മനസ്സ് ആ രീതിയിലേക്ക് പോകും. അവരുടെ ഓർമ്മശക്തി കുറയുകയല്ല. അൾഷമേഴ്സ് പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ പറ്റും. പല രോഗങ്ങളും മാറ്റിയെടുക്കാനൊക്കും. ജീവിതത്തിൽ വളർച്ച, ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു വാസ്തവമാണ്. എന്തായാലും ടീച്ചറെ വല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. കൺഗ്രാജുലേഷൻസ്. അതിൽ സാബു സാറ് കൂട്ടിച്ചേർത്തിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്നും പറയാം. ചിന്തയുടെ കാര്യം ഫസ്റ്റ് ചിന്ത വേണം. യെസ്, എല്ലാം അതാണല്ലോ. ചിന്ത തുടങ്ങി ബ്രെയിൻ വയറിങ്ങിനെ പറ്റി സാറടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാം നല്ല സാമാന്യ നല്ല എക്സ്പെർട്ടായ ആൾക്കാരല്ലേ ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പഠിച്ച് മിടുക്കരായി സമൂഹത്തിന് നന്മ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. പഠിച്ച് മിടുക്കരായി പരീക്ഷ പാസ്സാകട്ടെ. ജ്യോതികുമാർ സാർ പറയും. സാബു സാറേ, മൈലം ഷീറ്റ് അതായത് ന്യൂറോൺസ് അത് സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. അത് കൊഴുപ്പ് കൊണ്ടുള്ളതല്ലേ സാറേ? അതാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. ന്യൂറോൺസിലുള്ള കവറിങ് അത് കൊഴുപ്പാന്ന് തോന്നുന്നു. കുഴപ്പം. ജ്യോതികുമാർ സാർ പറയും. ഓക്കെ. യെസ് മാഡം, ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ പറ്റി പറയുന്നതിൽ ഞാൻ എല്ലാവരോടും പറയാണ്. അപ്പൊ നമുക്ക് ഈ ടീച്ചറെ കണ്ടാൽ തന്നെ അറിയാലോ അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. നോക്കൂ, ഇന്ന് പ്രത്യേകിച്ചിട്ട് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി നോക്കൂ, എത്ര ചെറുതായിട്ടാ വന്നിട്ടുള്ളത് നോക്കൂ. എത്രയോ പ്രായം കുറഞ്ഞില്ലേ. അതിന് എനിക്ക് എത്ര വയസ്സുണ്ടെന്നാ സാറിന്റെ വിചാരം? ഞാൻ വിചാരിച്ച 90 ഉണ്ട് എന്നാണ്. പക്ഷെ ഇപ്പൊ അറിയാം, നോക്കുമ്പോൾ പറയില്ല. അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു 45, 60 ജസ്റ്റ് ആയിട്ടില്ല. ഏറിയാൽ ഒരു 57 നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആവട്ടെ, പോട്ടെ. പിന്നെ അത് ഞാൻ ഒരു തമാശ പറയാണ് മേഡം, പറയാണ്. പക്ഷെ ഇന്നത്തെ ആ ഗ്രൂമിങ്ങും ആ ഒരു ക്ലാസ്സും വളരെ നമ്മൾ അനിൽ സാർ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ സ്വല്പം പ്രയാസം ഉണ്ടാവും. അപ്പൊ വേറൊരു ചിന്ത ഇപ്പൊ പൊതുവേ ഉള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ സാബു സാറെ തന്നെ മാറ്റി പറയാ എങ്കിലും ഇനി ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് എന്നൊരു ചിന്ത പൊതുവെ വരുന്നുണ്ട്. ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൻസിന്റെ ഒരു ചിന്തയാണ്. ഈ സോഷ്യൽ ആക്ടിവിറ്റിയിൽ നന്നായിട്ട് ഇടപെട്ടാൽ ഇതിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ നല്ല ഉറക്കം, അത് ശരിയാണ്. പിന്നെ ഈ ബാഡ് ഹാബിറ്റ്സ് കഴിയുന്നത്ര ഒഴിവാക്കുക. വെരി റയർലി ഒക്കെ അതൊന്ന് ചെയ്താൽ കുറെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരിക്കും. പിന്നെ ഹാബിറ്റ് ഇല്ലേ, ഇപ്പൊ പറഞ്ഞില്ലേ, പുതിയ ഒരു ചോദ്യം ചോദിച്ചില്ലേ, പുതിയ കാര്യം എന്തൊക്കെ പഠിച്ചു ഈ വർഷം എന്തെങ്കിലും. അതിപ്പോ ഒരു ചോദ്യമാണ്. ഈ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വായനാശീലത്തെ പറ്റി പറയാറുണ്ട്. ഈ വർഷം നിങ്ങൾ ഏത് ബുക്ക് വായിച്ചു, ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചോ ചോദിച്ചാൽ ഒരാളും ഇല്ല എന്നാ പറയാ. അല്ലെങ്കിൽ പറയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. അതുപോലെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇടത് കൈ കൊണ്ട് പല്ല് തേക്കുക. 2, പേപ്പർ തലതിരിച്ച് വായിക്കുക. ഇന്നത്തെ ഞാൻ ഒരാൾ പറയുന്ന കേട്ടതാണ്, ന്യൂസ് പേപ്പർ തലതിരിച്ച് വായിക്കുക. വെറുതെ സാധ്യാവുന്ന പറയുന്നത്, അയാൾ വായിക്കുന്നു. ഒക്കെ നമ്മളെ ബ്രെയിനിന് സാധിക്കും. അത് പ്രായമുള്ള ഒരാളാണ് പറയാറ്. ഒരു ഹെൽത്തിന്റെ, നിങ്ങൾ വയനാട്ടിലുള്ള ഒരാളാണ്. ഞാൻ അയാളെ പേര് ഞാൻ മാഡത്തിന് പറഞ്ഞുതരാം. ഒരു ഹെൽത്തിന്റെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരാളുണ്ട്. യെസ്. പിന്നെ അതേപോലെ ഹലോ, അലിൻ അലീനാണോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഒരു മെലിഞ്ഞ് നേടിയിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ മാഡം ചോദിച്ച പോലെ ഇനിയിപ്പോ നമുക്കൊക്കെ പഠിക്കാനുള്ള വേറെ സാധനം, ഇപ്പൊ നമ്മളെല്ലാം ഒരുവിധം എന്താ പറയാ മറ്റു ടെക്നോളജിയിൽ ഒരുവിധം പഠിച്ചിട്ടില്ലേ, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ നടത്താനൊക്കെ. ഇനി നമുക്ക് AI എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളെ വാട്സാപ്പിൽ കാണാറില്ലേ, ഒരു ബ്ലൂ റൗണ്ട്, വാട്സാപ്പിൽ തുറന്ന ഉടനെ വരുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നറിയാം. വളരെ സിമ്പിൾ കേട്ടോ. അത് നമ്മൾ ആരെങ്കിലും ഒരാളുടെ, ചെറിയ കുട്ടികളുടെ ഒരു സഹായത്തിൽ നമുക്ക് ഗംഭീരമായിട്ട് അതിൽ കളിക്കാൻ സാധിക്കും. രസകരമാണ്. അപ്പം സാബു സാർ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, യൂട്യൂബിൽ കയറിയാൽ പിന്നെ നമ്മളെ ബ്രെയിൻ അങ്ങോട്ട് മാറുകയാണ്. അതുപോലെ ഈ സാധനവും എന്തെല്ലാം അതിലുണ്ടാക്കാൻ സാധിക്കുന്ന അറിയാം. ഞാനിപ്പോ അതിന്റെ പിന്നാലെയാണ്. എന്തെങ്കിലും ഒരു പുതിയൊന്നും കൂടി ലേറ്റസ്റ്റ് പഠിക്കാം. ഈ പുതിയ പിള്ളേരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് പറയാൻ ആ ഒരു ജാട മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ക്ലാസ് പുതിയൊരു നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു മാഡം എടുത്തത്. വളരെ നന്നായിരുന്നു സാബു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ജോർജ് സാർ. താങ്ക് യു സാർ. ഹായ് ഓമന ടീച്ചറെ, വീണ്ടും പഴയ ടീച്ചർ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് വന്നിരിക്കുന്നു. ക്ലാസ് നന്നായിരുന്നു. ഈ സബ്ജക്റ്റ് എനിക്ക് ഇനിയും കഴിയും
ഇല്ലേ എന്ന് ഓരോരുത്തരെയും ചിന്തിപ്പിച്ചു. ഇപ്പൊ തന്നെ എന്താണ് ഞാനൊന്ന് തീരുമാനം പറയേണ്ടതെന്ന് ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും ഓർത്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്നാലും പറയാൻ മടിച്ചത് ഇതിനു മുമ്പ് പല പ്രാവശ്യം എടുത്ത തീരുമാനം ഇപ്പോഴും നടന്നിട്ടില്ലല്ലോ, അതോർത്തിട്ടൊരു മടി പറയാനായിട്ട്. എന്നാലും ഒന്നുകൂടെ ശ്രമിക്കാം എന്നൊരു തോന്നൽ ഉറപ്പാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തത്തിൽ ഒന്നായിട്ടാണ് പറയുന്നത് ഈ ബ്രെയിനിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന കണ്ടുപിടുത്തം. അതൊരു വലിയ മാറ്റമായിട്ട് കണക്കാക്കുന്നതായിട്ട് പറയുന്നു. അതുവരെ കരുതിയിരുന്നത് അതൊരിക്കലും സാധിക്കില്ല എന്നായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും മുതലാക്കുന്നത് പരസ്യ കമ്പനിയാണ്. പരസ്യം നമ്മൾ ചിലയിടത്തൊക്കെ യാത്രയിലൊക്കെ തുടർച്ചയായിട്ട് ഈ പരസ്യ ബോർഡുകൾ വരുന്നതിന്റെ തന്ത്രം ഇപ്പോഴാ മനസ്സിലായത്. ഇല്ലേ, നമ്മളെ ആവർത്തിച്ച് ഇടിച്ച് കയറ്റുക. നമ്മളൊന്ന് കണ്ടില്ലെന്ന് അടിച്ചാലും പറ്റില്ല. ആവർത്തിച്ച് അത് തന്നെ ഈ മെട്രോ പില്ലറിലൊക്കെ അത് ആവർത്തിച്ച് തന്നെ ശരിക്കും കാണിക്കുന്നുണ്ട്. അതുപോലെ സിനിമയിൽ ഉപയോഗിക്കുന്ന അതെ ആ ടെക്നിക്കും ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പരസ്യങ്ങളിലെല്ലാം മുതലാക്കുന്നുണ്ട്. പിന്നെ ആധുനിക ജീവിതത്തിൽ ഈ യാന്ത്രികവും നമ്മുടെ മുഴുവൻ ഇങ്ങനെ യുവതലമുറയെ മുഴുവൻ നയിച്ചുകൊണ്ട് പോകുന്നത് ഈ ഡോപ്പമിൻ സപ്ലൈ കിട്ടുമെന്നല്ലേ പറഞ്ഞ് ഇതിനകത്ത് ഇങ്ങനെ ലയിച്ചിരുന്ന. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ലഹരി പോലെ നമ്മളെ അങ്ങോട്ട് ആവാഹിച്ച് ആകർഷിച്ച് നയിക്കുന്നു. എന്തായാലും കേട്ടോ, വളരെ വളരെ കാലോചിതമായ ഒരു വിഷയം. താല്പര്യപൂർവ്വം മാഡം അതെടുത്തു. വളരെ സന്തോഷം. ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, റോയ് സർ. മാഡത്തിന്റെ ഇന്നത്തെ ക്ലാസ് ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഓർത്തു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നാ കാണിക്കാനാണെന്ന്. പക്ഷേ ക്ലാസ് ഇങ്ങോട്ട് ഇത് വന്നപ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ മാഡത്തിന് കഴിഞ്ഞു എന്നുള്ളതിന് വളരെയധികം. പിന്നെ പ്രായമായില്ലേ, ഇനിയിപ്പോ ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ വരും. അതുകൊണ്ട് അങ്ങ് സമാധാനിക്കാന്നല്ല, കുഴപ്പമില്ല. ഈ ഓർമ്മക്കുറവുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ഒരു ഇൻഫ്ലുവൻസ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉതകുന്ന ഒരു ഭാഗമായിട്ട് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് കാണുന്നുണ്ട്. ആവർത്തനം, റിപ്പീറ്റീഷൻ ആണ് ഇതിനകത്ത് പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഒരു പ്രധാന ഇതായിട്ട് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ക്ലയന്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് മറന്നു പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഒരാൾ പറഞ്ഞിട്ട് മനസ്സിലാക്കി. അതായത് ആദ്യം പേര് ചോദിക്കുക, പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഈ പേര് വെച്ചോണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകില്ല എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പൊ ഈ ആവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടതാണ്. ഏജ് വന്നാലും അത് നേരെയാക്കാം എന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അതുപോലെ തന്നെ മാഡത്തിന്റെ ഈ കാര്യങ്ങൾ എനിക്ക് പ്രായമായില്ല, ഇതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്നവരെ അങ്ങനല്ല, നിങ്ങൾക്ക് ഇതൊക്കെ പറ്റും എന്ന് പറയുന്നതിനും അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ട ഘടകങ്ങളെ കുറിച്ചും ഒക്കെ മാഡം പറഞ്ഞത്. ന്യൂ സ്കില്ല്, മെഡിറ്റേഷൻ, സ്ലീപ്പ് ആൻഡ് എക്സസൈസ്, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ശരിയാക്കിയാൽ മതി എന്ന് നമുക്ക് കൂടുതൽ പ്രായമായി ഓർമ്മശക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിരാശയിലിരിക്കുന്നവരെ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇത് ഇന്നിപ്പോൾ ഓമന ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ജമിന മാം ഉണ്ടോ? ജോഷി സാർ ഉണ്ടായിരുന്നു. ജോഷി സാർ ഉണ്ട്. ജമിന മാം ഒന്ന് പറയട്ടെ. പറയും. കേൾക്കാം പറയും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ക്ലാസ് ഒന്ന് ചേർന്നത്. സന്തോഷം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓണമായിട്ട് നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതൊരു ഒരുപാട് റീത്തിങ്ക് ചെയ്തു. കാരണം പലർക്കും ആവശ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. പ്രായമായി ഇനി ഒന്നിനും പറ്റില്ല, വയസ്സായില്ല നമ്മുടെ എന്നുള്ള ചിന്ത അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതും ബ്രെയിൻ ഏത് ടൈമിലും റിഗെയിൻ ചെയ്ത് കൊണ്ടുവരാം. ശീലങ്ങളായാലും അല്ലെങ്കിൽ ചിന്തകളായാലും ഒക്കെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ആ തോട്ട് വളരെ വളരെ ഇഫക്റ്റീവ്, നല്ലൊരു തോട്ടാണ്. ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ചങ്ങാതിക്കൂട്ടം എന്നാണ് പേര്. ഞങ്ങൾ ഇപ്പോഴും പറയാ, ഞങ്ങൾക്ക് ഇപ്പൊ
അൺമ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ടായി പോയി. ആ കേൾക്കാമോ? കേൾക്കാം. റേഞ്ച്. യെസ്. അപ്പം ഞങ്ങള് ഇപ്പോഴും ഞങ്ങൾ 16-കാരല്ല 17-കാരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പ് കൊണ്ടു നടക്കണം. പക്ഷെ അത് തരുന്ന ഒരു എനർജി വളരെ ഭയങ്കര ഒരു വൈബാണ്. അപ്പൊ അത് ഞങ്ങൾ ഒരിക്കലും ഇപ്പൊ ഒരു 10 വർഷമായി ഞങ്ങളത് കൊണ്ടു നടക്കണമെങ്കിൽ ഞങ്ങളതിന്റെ അതൊക്കെ ഇനി അടുത്തടുത്ത് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടത്താറുണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നു. അപ്പൊ ആ പ്രായം തന്നെ നമ്മൾ മറന്നുപോയി. അതൊരു നല്ലൊരു തന്നെയാണ്. എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു ക്ലാസ്. അങ്ങനെ കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഓക്കെ. സ്നേഹതമ അൺമ്യൂട്ട് ചെയ്തു. സ്നേഹലതമ അൺമ്യൂട്ട് ചെയ്തു. പിന്നെ ആരുള്ള? ശുദ്ധോദനൻ ഡോക്ടർ, സരസ്വതി മാം, ഞോയ് മാസ്റ്റർ. സ്നേഹതമ പറയും. സാറേ, ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു ഓമന മാം. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് തോന്നി ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ മനോരമയില 4 PhD ഞാനും കണ്ടായിരുന്നു. അപ്പൊ ഞാനും വിചാരിച്ച് ഒന്ന് ശ്രമിച്ചാലോ ഒന്ന്. പിന്നെ മക്കളോട് പറഞ്ഞില്ല. അപ്പൊ ഇനി പറയാൻ എനിക്കൊരു ധൈര്യവും കിട്ടി. താങ്ക് യു ഓമന മാം. ഫയർ ടുഗദർ, വയർ ടുഗദർ. താങ്ക് യു. അവര് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ പോവും. ഓക്കെ. വേറുള്ള സാർ റെഡിയായോ? പറഞ്ഞു. സാറേ, കുഞ്ഞൻ മാസ്റ്റർ പറയാന്നാ പറഞ്ഞു. താങ്ക് യു സാർ. ഓമന ടീച്ചർ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ടീച്ചർ ക്ലാസ്സുകളൊക്കെ തന്നെ വലിയ വലിയ വിഷയങ്ങൾ വളരെ ലളിതമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന മാതിരി തന്നെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്ന കഴിവ് വളരെ വിലപ്പെട്ടതാണ് ടീച്ചർ. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് ഇപ്പോൾ നമുക്ക് പലത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാധാരണ നമ്മൾ പ്രായമാകുന്നതോറും നമ്മുടെ സെല്ലുകൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ്, വളർച്ച മുരടിക്കുമെന്നാണ് മനസ്സിലാക്കി വെച്ചിരുന്നത്. അപ്പം അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ ന്യൂറോൺ സെല്ലുകൾ നമ്മുടെ നിരന്തരമായ ഇടപെടലുകളും നമ്മളെ പരിശീലനത്തിൽ കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ള ടീച്ചറുടെ ആ നിരീക്ഷണം അത് വളരെ വിലപ്പെട്ടതായി തോന്നി. ജീവിതം കഴിഞ്ഞു എന്ന് കരുതി നിഷ്ക്രിയരായി നിൽക്കുന്നവർക്കൊക്കെ ഇത് ഏറെ പ്രചോദനകരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ. വളരെ നല്ല ഒരു സെഷനാണ് ആയിട്ടാണ് കാണുന്നത്. ഇത് ഈ ഒരു ഹോമിയോ ഡോക്ടർ ഇതിൻ്റെ അടുത്ത് ഞാൻ ബന്ധപ്പെട്ടപ്പോഴും ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഈ ന്യൂറോ ഗ്രോത്ത്, നമ്മൾ ബ്രെയിൻ ഗ്രോത്ത്, മാനസികാരോഗ്യം, ഇതിനൊക്കെ ഹോമിയോ മെഡിസിൻസ് ഏറ്റവും ഉപകാരപ്പെടും എന്നൊരിക്കൽ അദ്ദേഹം പറയേണ്ടത്. ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ സുഹൃത്താണ്. അലോപ്പതി മെഡിസിനേക്കാളും ഏറ്റവും ഉത്തമം ഹോമിയോ മരുന്നുകളാണ്. മെൻ്റൽ സിംറ്റംസ് അനുസരിച്ചുള്ള മരുന്ന് കഴിച്ചാൽ ഇത് വളരെ ഫലപ്രദമായി ഉപകാരപ്പെടും, ന്യൂറോണിനെ ബാധിക്കും എന്ന് അയാൾ പറഞ്ഞാൽ ഈ സമയത്ത് ഓർക്കുകയാണ്. നമ്മൾ ഈ പാരലൈസിസ് ഒക്കെ ബാധിച്ചാൽ കിടക്കുന്ന ആ രോഗികൾക്കൊക്കെ ഹോമിയോ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്നുള്ള ഒരു അറിവ്. ഏതായാലും വളരെ നല്ല സെഷനാണ് സർ. ടീച്ചർ ഇതുപോലുള്ള വിഷയമായിട്ട് ഇനി വരണം. സർ അതിന് മുൻകൈ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു. ഓക്കെ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ജമിന മാം ഹോമിയോ ഡോക്ടർ ആയിരുന്നു. മാം പോയി ജോർജ് സാർ പറയും. ഓമന ടീച്ചറെ അഭിനന്ദനങ്ങൾ, നന്ദി. താങ്ക് യു. വയസ്സായ തലച്ചോറിനെയും വളച്ചെടുക്കാം എന്നാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ക്ലാസിൻ്റെ ഒരു ആകത്തുകയായി ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൻഷനൊക്കെ പറ്റി ഇരിക്കുന്ന കുറെ ആളുകൾ ഇതിൻ്റെ ആരംഭത്തിൽ വളരെ വളരെ ഭംഗിയായി അതിനെ വിലയിരുത്തിയതുകൊണ്ട് ഈ ക്ലാസ് പൂർണ്ണമായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 2 അനിൽകുമാർ സാറുമാരും നമ്മുടെ റോയ് സാറും ജോർജ് സാറും ഒക്കെ തന്നെ ഇപ്പോഴും അവസാനം
കുഞ്ഞായി മാസ്റ്ററും ഒക്കെ തന്നെ പറയുമ്പോൾ ഈ തലച്ചോറിനെ സ്വന്തമാക്കി വീണ്ടും വളയ്ക്കാൻ, വരുതിയിലാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് അവർ പ്രകടിപ്പിച്ച് അവരതിനെല്ലാം അടിവരയിടുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ സായാഹ്നത്തിൽ, പ്രായത്തിന്റെ സായാഹ്നത്തിലും ഈ സായാഹ്നത്തിലും ഈ വിഷയത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആവർത്തിക്കാൻ നമുക്ക് പല കാര്യങ്ങളും ആവർത്തിച്ച് പുതിയ ഹാബിറ്റുകളും പഠിക്കാം, പുതിയ രീതികൾ ശീലിക്കാം, പുതിയ മനുഷ്യരാകാം, ചെറുപ്പക്കാരാകാം. ഒക്കെയുള്ള ഈ വലിയ ആശയത്തിന് ഒരുപാട് നന്ദി, സന്തോഷം. ഓക്കെ. ഞാനുള്ള മാത്യു സാർ, ദാസ്, മധു, വത്സല, ശുദ്ധോധനൻ ഡോക്ടർ എന്തെങ്കിലും പറയും. നല്ല ക്ലാസ് ആയിരുന്നു ഓമന ടീച്ചർ. ഞാൻ ഈ അടുത്തൊരു ദിവസം നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ സാറുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ്. അപ്പൊ ഇടയ്ക്ക് ഒക്കെ അദ്ദേഹത്തിനെ കാണാനും വർത്താനം പറയാനും ഒക്കെ പോവാറുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. അദ്ദേഹം ഈ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ അഭിരമിച്ചു പോകുന്ന ആളല്ല. അദ്ദേഹം ഈ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അത് നന്നായിട്ട് അതിനെപ്പറ്റി മനനം ചെയ്യുകയും പ്രോജക്റ്റ് എഴുതുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ തലച്ചോറ്, ശരീരം ഇപ്പോൾ വളരെ ദുർബലമായി, സംഭാഷണത്തിനും ചെറിയ ഒരു കുഴച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ബ്രെയിൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഏറ്റവും നമ്മളെല്ലാം അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. കാരണം നിരന്തരമായ പഠനം, അത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം, ഒരുപാട് കാര്യങ്ങളല്ല, ഈ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടത്, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒന്നും, സാഹിത്യമൊന്നും വലിയ പിടിയൊന്നും ഇല്ല കേട്ടോ. അദ്ദേഹം അങ്ങനെ വലിയ ഒറേഷ്യസ് റീഡറോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ഈ ബുദ്ധി, ഇപ്പോൾ ഒരു ഈ ഹൈസ്പീഡ് റെയിൽവേ ഇതിനെപ്പറ്റി അതെല്ലാം മനസ്സിൽ സങ്കല്പിക്കണ്ടേ? മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഈ പണ്ടത്തെ പെരുന്തച്ചൻ പോലെ അതെല്ലാം, പണ്ട് ബ്ലൂ പ്രിന്റും ഈ പോലെ വലിയ പേപ്പറിനകത്തുള്ള പ്ലാനും എസ്റ്റിമേറ്റും മണ്ണാങ്കട്ടയൊന്നും ഇല്ലല്ലോ. അതെല്ലാം ഒരു പെരുന്തച്ചന്റെ തലച്ചോറിലെന്ന പോലെ. അപ്പോൾ അവരൊക്കെ തലച്ചോറ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു സ്കൂളിൽ എന്നെ അതിഥിയായിട്ട് വിളിച്ചിരുന്നു, ചീഫ് ഗസ്റ്റ് ആയിട്ട്. അവരുടെ 89ാം ബാച്ച്, 89 SLC എഴുതിയ ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗദറാണ്. അപ്പൊ ഒരു മുരുകേശൻ മാഷിനെ താങ്ങി പിടിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറക്കിയിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം 52 വയസ്സുള്ളവരും ഒക്കെയാണ്. അവരൊരു മുരുകേശൻ മാഷിനെ താങ്ങി പിടിച്ച് എല്ലാം കൊണ്ടുവന്ന് സ്റ്റേജിൽ ഒക്കെ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ കൈകാലുകളെല്ലാം ദുർബലായി ചുള്ളിക്കമ്പ് പോലെയാണ്. പക്ഷെ അദ്ദേഹം ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, അദ്ദേഹം തീരെ വയ്യാതിരിക്കുകയാണെങ്കിലും അദ്ദേഹം ഈ വായിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഈ വോയിസ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കും കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അയാളുടെ പേരക്കുട്ടി മാതൃഭൂമി ആഴ്ചപ്പതിൽ വരുന്ന ലേഖനങ്ങളും എല്ലാം പുള്ളിയെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. പുള്ളി ഇതെല്ലാം കേട്ടുകൊണ്ട് ശരീരത്തിന് എന്തായാലും ദൗർബല്യം ഉണ്ടാവുകയും ശരീരം ക്ഷയിക്കുകയും ശരീരം നശിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ തലച്ചോറിനെ അങ്ങനെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ കിടന്നുകൊണ്ട് പോലും നമുക്കിപ്പോൾ ഈ പുതിയ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അത് തലച്ചോറിൽ ശേഖരിച്ച് വയ്ക്കുകയും വീണ്ടും ഉപയോഗിക്കുകയും അതുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയൊക്കെ ചെയ്താൽ പഠനം വളരെ ഗംഭീരമായിട്ട് തലച്ചോറിനെ ഉദ്ദീപിപ്പിച്ച് നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓമൻ ടീച്ചർ ഇതുപോലെ ഈ നമ്മുടെ നേഴ്സിനെ, ന്യൂറോൺസിനെയും തലച്ചോറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണത്തെ പറ്റിയും കൂടെ ഒരു ക്ലാസ് എടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ടീച്ചർ ഈ ഗഹനമായ വിഷയങ്ങളെ പറ്റിയിട്ട് കുത്തിയിരുന്ന് പഠിച്ച് PPT ഒക്കെ തയ്യാറാക്കി സ്വന്തമായിട്ടൊരു വെർഷൻ കൊടുത്ത് അവതരിപ്പിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ഈ പ്രായമായവരുടെ ഭക്ഷണത്തിൽ നമ്മുടെ ബ്രെയിനിനെ സജീവമായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള കുറേ ഘടകങ്ങൾ ഇപ്പോൾ ഈ മോഡേൺ ഈ ഡയറ്റീഷ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അത് കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു സാറില്ലേ, ഈ അഡീഷണൽ ന്യൂട്രിയൻസിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നതിനെയൊക്കെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു സാറുണ്ടല്ലോ.
അപ്പൊ അതേപോലെ ഇപ്പൊ ഈ ബ്രെയിൻ സപ്പോർട്ടിങ് ഫുഡിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മറ്റാരും അവതരിപ്പിച്ചാൽ ശരിയാവില്ല. ഓമൻ ടീച്ചർ ഇങ്ങനെ നല്ല ടീച്ചറായിട്ട് തന്നെ ഇരുന്ന് നമ്മളെ പഠിപ്പിച്ചു തരും. അപ്പോൾ അതേപോലെ ഒരു ഈ ബ്രെയിൻ ഫുഡ് എന്ന് പറഞ്ഞ ടോപ്പിക് കൂടെ എടുത്താൽ ഇതിന്റെ ഈ സമസ്യ പൂർത്തിയാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നല്ല അവതരണവും നല്ല ക്ലാസ്സാണ്, സിമ്പിളാണ്. പക്ഷെ ടീച്ചറിനെ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ പറയും, കേട്ടോ പിള്ളേരെ എന്ന് പറയുന്ന പോലെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ പിള്ളേരെല്ലാം കേട്ടു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്നായി, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. കേൾപ്പിക്കുക മാത്രമല്ല വായിപ്പിക്കുകയും ചെയ്യും. യെസ്. ഓക്കെ, ഇനി ആരാ ഉള്ളേ? എനിബഡി എൽസ്? എല്ലാവരും പറഞ്ഞോ? രാജു സാർ, രാജു ഫിലിപ്പ് സാർ, ഓക്കെ. അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും സുധാകരൻ ഡോക്ടർ പറഞ്ഞ പോലെ ബ്രെയിൻ ഫുഡിൻ്റെ ഒരു പുതിയ ക്ലാസ്സും കൂടെ പ്രിപ്പയർ ചെയ്യാം. ക്ലാസ് ഉണ്ടാക്കുന്ന ഓമന ടീച്ചറിൻ്റെയും ബ്രെയിൻ വികസിക്കും, കേൾക്കുന്ന ഞങ്ങളുടെയും. ടീച്ചർ ഒന്നും പറഞ്ഞില്ല, മറുപടി കേട്ടില്ല. മറുപടി അൺമ്യൂട്ട് ചെയ്യും, സമ്മിങ് അപ്പ്. അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യാവുന്നില്ല. അൺമ്യൂട്ട് ചെയ്യും. നമ്മുടെ ജീവിത രീതിയും ഫുഡ് ഹാബിറ്റും ഒക്കെ മാറിപ്പോയതാണ്. നമ്മൾ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. നമ്മൾ ഇതൊക്കെ പണ്ട് ഉള്ളവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, സ്വാധ്യായം മുടക്കരുതെന്ന്. ഒരു ദിവസം പോലും സ്വാധ്യായം മുടക്കരുതെന്ന്. സ്വാധ്യായം എന്ന് പറയുമ്പോൾ അത് റിപ്പീറ്റേഷനാണ്. നമ്മൾ തൈത്തിരീയ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ എത്ര പഴയതാണ്. ഇതെല്ലാം നമുക്കുള്ളതാണ്. പക്ഷെ നമ്മളിതെല്ലാം വിട്ട് പിന്നെ ലേസും മറ്റേ എന്താ ബർഗറും കുഴിമന്തിയും ഒക്കെ കഴിക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ ബ്രെയിനിന് മോശമാണ്. നമുക്ക് ആരോഗ്യത്തിന് നല്ല ഫുഡ് മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ജോലി ഇല്ലാത്തവർ പോലും ഒരാഴ്ചത്തേക്കുള്ള ചോറൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ ഓരോ പിള്ളേർക്ക് വേണ്ടിയതെടുത്ത് അവർ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് കഴിക്കുന്നു, പ്ലേറ്റോടെ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ഞാൻ കണ്ടു ഒരു വീട്ടിൽ. അതൊക്കെ എത്ര ദോഷമാണെന്നറിയാമോ? ഒരു ഫുഡ് ഉണ്ടാക്കി 3 മണിക്കൂർ കഴിഞ്ഞ് ആ ഫുഡ് മരിച്ചു എന്നാണ് ശരിക്കും കണക്ക്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ രാവിലെ ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ഉണ്ടാക്കി, 4 മണിക്ക് ഉണ്ടാക്കി, രാത്രി ഉണ്ടാക്കി, 4 നേരമൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വീടുകളാണ് നമ്മുടെ വീട്. ഇപ്പൊ അതിനൊന്നും സമയമില്ല. എന്നാലും ഒരാഴ്ചത്തേക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് നമ്മളെല്ലാം അമേരിക്കക്കാര് അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാകില്ല ഇപ്പം. പക്ഷെ അവരങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഉള്ള വ്യാജേന നമ്മൾ അങ്ങനെ ചെയ്യുവാണ്. നമ്മുടെ ശരീരത്തിന് കേടുള്ളതെല്ലാം ബ്രെയിനിന് കേടാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം അല്ലേ? ഞാൻ ഓക്കെ, താങ്ക് യു വെരി മച്ച്. സി യു ആൻഡ് ഗുഡ് നൈറ്റ്.